ഒരുപാട് കവികൾ ദില്ലിയെ പ്രണയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ ഗാലിബായിരിക്കും. ഗാലിബിന്റെ ദില്ലി അദ്ദേഹം പറയുന്നുണ്ട്, ഏക് റോസ് അപ്നി റൂഹ് സെ പൂച്ചാ കെ ദില്ലി ക്യാ ഹെ तो यो जवाब में कह गई दुनिया मानो जिस्म है दिल्ली उसकी जान है എന്ന് പറഞ്ഞാൽ എക്രോസ് അപ്നി റൂഹ് സെ പൂച്ചാ കെ ദില്ലി ക്യാ ഹെ. ഒരിക്കൽ ഞാൻ എൻ്റെ ആത്മാവിനോട് ചോദിച്ചു എന്താണ് ദില്ലി. ആത്മാവ് ഉത്തരം പറഞ്ഞു, ദുനിയാ മാനോ ജിസ്മ ഹെ, ദുനിയാവ് ഒരു ശരീരമായിട്ട് നീ മനസ്സിലാക്കിയാൽ ദില്ലി ഉസ്കി ജാൻ ഹെ, ദില്ലി അതിൻ്റെ ആത്മാവാണ്. ഇപ്പോൾ ഈ ജോ റോഗൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, അമേരിക്കയിലെ ഏറ്റവും ഫേമസ് പോഡ്കാസ്റ്റാണ്. ഏകദേശം എപ്പിസോഡ്സ് ഒക്കെ 50 മില്യൺ 25 മില്യൺസ് ഒക്കെയാണ് ആൾക്കാർ കാണുന്നത് ഒരു പോഡ്കാസ്റ്റ്. അത് 3-4 മണിക്കൂറൊക്കെ ഉണ്ടാവും. അപ്പോൾ ട്രംപിൻ്റെ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ട്രംപ് ജോ റോഗൻ ഒരു എപ്പിസോഡ് കൊടുത്തിരുന്നു. അത് 50 മില്യൺ ആൾക്കാരാണ് ഇലക്ഷന് മുമ്പ് കണ്ട്. എന്നിട്ട് ഇപ്പോൾ പോസ്റ്റ് ഇലക്ഷന് ഒരുപാട് പഠനങ്ങളിൽ വരുന്നുണ്ട്, ആ പോഡ്കാസ്റ്റ് കാരണം ഭയങ്കരമായിട്ട് പോഡ്കാസ്റ്റ് ട്രംപിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക പ്രൊമോട്ട് ചെയ്തു. വോട്ട്സിന്റെ അനലിസ്റ്റ് ഉണ്ട്, മൂപ്പര് പറയുന്നത് ഓരോ 5 കൊല്ലത്തെയും കൂടുമ്പോഴുള്ള അമേരിക്കൻ ഇലക്ഷൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ പ്രാവശ്യത്തെ മീഡിയ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഇപ്പോൾ അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്താ ഉണ്ടായത് വെച്ചാൽ മറ്റേ ക്ലിന്റനും ഇവരും മത്സരിച്ച് പോഡ്കാസ്റ്റിൽ അപ്പിയർ ചെയ്യുന്നു. ഫുള്ള് പോഡ്കാസ്റ്റിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്പിയർ ചെയ്യുന്നു. അതിൽ ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്തത് ട്രംപാണ്. ട്രംപിന്റെ ആ എപ്പിസോഡാണ് ഭയങ്കര വൈറലായത്. അപ്പൊ അത് വെച്ചിട്ട് കുറെ ഇതൊരു പോഡ്കാസ്റ്റ് ഇലക്ഷൻ ആയിരുന്നു ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പഠനങ്ങളുണ്ടായിരുന്നു. അതായത് ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. അതായത് ട്രംപ് വന്നിട്ട് എന്തോ സംഭവമാണെന്ന് പറയല്ല, ട്രംപ് വളരെ ഹ്യൂമെയിനായിട്ട് മുമ്പിൽ നിൽക്കുകയാണ്. ട്രംപിന്റെ സങ്കടങ്ങൾ പറയാ, എനിക്കിങ്ങനെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, ചലഞ്ചസ് പറയാ, വൾണറബിൾ ആവുകയാണ്. അപ്പം അത് ഭയങ്കര ഒരു സാധ്യതയാണ് ഭയങ്കര. അതെ, നമുക്ക് തുടങ്ങിയാലോ എന്നാ? നമ്മളൊരു വേറൊരു മൊത്തത്തിൽ അന്തരീക്ഷം വേറെയാണ്. കാരണം ഈ അന്തരീക്ഷം നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം നമ്മളെ വിഷയം അത്ര ഡാർക്കല്ലാന്നും കുറച്ചും കൂടി ഒരു കളർഫുൾ ആവണം എന്നുള്ള നിയത്തിലാണ് നമ്മൾ ഇത്ര ട്രാവൽ ചെയ്ത്. നിങ്ങൾക്കറിയാലോ നമ്മൾ കുറേ ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട്. അപ്പോൾ സബാക്ക, ഞാൻ നിങ്ങളെ ചൂസ് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കാൻ കാരണം ഒരു ഇൻസ്റ്റൻസ് ആണ്, നമ്മളെ ബന്ധിപ്പിക്കുന്ന ആ ഇൻസ്റ്റൻസ് ആണ്. ഇന്ന് നമ്മൾ ഡൽഹിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഡൽഹിയിലെ ആർട്ട്, ആർക്കിടെക്ചർ, ഡൽഹി അനുഭവം, എന്താണ് ഡൽഹി, അതിനെങ്ങനെയാണ് വായിക്കേണ്ടത്, ഡൽഹി എങ്ങനെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ഒരു പാർട്ടായിട്ടായിരിക്കും നമ്മളിതിനെങ്ങനെ മനസ്സിലാക്കുകയും സബാക്കാൻ്റെ അനുഭവത്തിലൂടെ സബാക്ക നമുക്ക് ഇങ്ങനെ അതൊക്കെ പറഞ്ഞു തരികയും ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സബാക്കനെ കോണ്ടാക്ട് ചെയ്യുന്നൊരു ഇൻസ്റ്റൻസ് ഉണ്ട്. ഞങ്ങൾ ഒരു ഹെറിറ്റേജ് വാക്കിന് പോയി, ഞാനും സഫ്വാനും, ഒരു ഞായറാഴ്ച. അപ്പോൾ ഞങ്ങളവിടെ പോയി ഹെറിറ്റേജ് ഹുമയൂൺസ് ടോംബിലാണ്. ഞങ്ങളവിടെ പല ടോംസുകളും കണ്ട് ഗാർഡനിലൂടെ ഒക്കെ കുറേ നടന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് അതിൻ്റെ അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഒരു ചെറിയ ഒരു സ്ഥലം കണ്ട്. അവിടെ കുറേ ഇൻസ്ക്രിപ്ഷൻസും കുറേ കാലിഗ്രഫി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആകെ കണ്ട് അന്തം വിട്ടുപോയി. ഇതെന്താ ഇപ്പോൾ ഇത് സംഭവം? നമ്മളിങ്ങനെ കുറേ നോക്കി ഇങ്ങനെ അന്തം വിട്ട് നിന്ന് കുറേ അതൊക്കെ ഇങ്ങനെ അതിൽ പറഞ്ഞ ആയത്തുകൾ ഏതൊക്കെയാണെന്ന് ഡിസിഫർ ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിനൊക്കെ ആ ഒരു സമയത്താണ് സഫ്വാൻ ഇങ്ങനെ ഒരു സാധനം തുടങ്ങുന്നത്. അതായത് എവിടൊക്കെ നിങ്ങൾ സബാക്ക് കണ്ടിട്ടുണ്ടാവും ആ സാധനം. നമ്മൾ എവിടെയും പള്ളികളിലൊക്കെ വരുന്ന ആയത്തുകളൊക്കെ ഡിസിഫർ ചെയ്യുക, ജസ്റ്റ് എന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇടാന്നുള്ള സാധനം. അപ്പോൾ അവിടുന്നാണ് നമുക്കിത് സീരിയസ് ആയിട്ട് ചെയ്താലോ, നമുക്ക് ഒരു എക്സ്പേർട്ടിനൊക്കെ കൊടുത്തിട്ട് നമുക്കിതിനെ കുറിച്ച് സംസാരിപ്പിച്ചാലോ. അപ്പോഴാണ് ഞാൻ സബാക്കനെ കോണ്ടാക്ട് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് സബാക്ക അബ്രോഡായിരുന്നു, നാട്ടിലില്ലായിരുന്നു. അങ്ങനെ പിന്നെ ആലോചിച്ചു, നോക്കി നമുക്ക് ഓൺലൈനിൽ ചെയ്ത് നോക്കിയാലോ. നമ്മൾ കുറെ ആലോചിച്ചിരുന്നല്ലോ. പിന്നെ നമുക്ക് ഇങ്ങനെ തോന്നി, ഓക്കെ നമ്മൾ നാട്ടിലെത്തിയിട്ട് ആക്കാം. അങ്ങനെയാണ് ഇപ്പൊ ആ മുഹൂർത്തം വന്നെത്തിയത്. അപ്പോൾ നമ്മൾ എവിടുന്നാണോ അവിടുന്ന് നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ലൈക്ക് ഈ ഇൻസ്ക്രിപ്ഷൻസ്, കാലിഗ്രഫി, ഈ ആർട്ട്, ഇതെങ്ങനെയാണ് തുടങ്ങുന്നത്? ശരിക്കും പറഞ്ഞാല് പിന്നെ കാലിഗ്രഫി എന്ന് പറയുന്ന ആർട്ട് ഇസ്ലാമിക ലോകത്ത് അവിടെ നിന്നത് പിന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വന്നു, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് വന്നു. ശരിക്കും പറഞ്ഞാൽ എന്താണ് പിന്നെ കാലിഗ്രാഫിയുടെ ഒരു ബേസ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അത് എന്ന് പറഞ്ഞാൽ എ ടോക്ക് വിത്ത് ദ ഓൾമൈറ്റി ഇൻ സോളിറ്റ്യൂഡ് എന്നാണ്.
ഏകാന്തതയിൽ സൃഷ്ടാവിനോടുള്ള സംസാരത്തെയാണ് നമ്മൾ അതിൻ്റെ ഒരു സ്പിരിച്വലായിട്ട് നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണ് പറയാം. അതായത് അതിൻ്റെ ഒരു അക്കാദമിക വശമൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്തിനാണ് നമ്മൾ കാലിഗ്രാഫി പഠിക്കുന്നത്? ആ ഒരു ആർട്ട് കൊണ്ട് ഒരു വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത് അയാളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ അത് ടോക്കാണ്, ഒരു സംസാരമാണ് സൃഷ്ടാവിനോടുള്ള. അപ്പോൾ ഡൽഹിയെക്കുറിച്ച് പറയുമ്പോൾ കാലിഗ്രാഫി ഒരു പ്രധാനപ്പെട്ട പാർട്ട് തന്നെയാണ്. ഞാനങ്ങനെ പറയാൻ കാരണം ഈ ഇന്ത്യ ഭരിച്ച, പ്രത്യേകിച്ച് ഡൽഹി ഭരിച്ച മുസ്ലിം ഭരണാധികാരികൾ എല്ലാവരും തന്നെ ഒരു 99% പേരും അല്ലെങ്കിൽ 90% പേരും തുർക്കി വംശജരാണ്. അപ്പോൾ അവർ അവിടെ നിന്ന് വരുന്നു, ഇറാൻ വഴി, പേർഷ്യ വഴി നേരെ പിന്നെ ദില്ലിയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രയാണം, അവരുടെ ട്രാവലിംഗ്, ആ ഒരു വേ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പിന്നെ മധ്യേഷ്യ എന്ന് പറയുന്ന പിന്നെ ആ ഭാഗം നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇറാനിലെ ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പോൾ ഇസ്ഫഹാൻ എന്ന് പറയുന്ന പ്രദേശം, അതുപോലെ പിന്നെ തിബ്രീസി എന്ന് പറയുന്ന പ്രദേശം, ഷീറാസ് എന്ന് പറയുന്ന പ്രദേശം, ഇതൊക്കെ ഇറാനിലുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കവർ ചെയ്തുകൊണ്ടാണ് അവിടെ നിന്നും കുറേ ആളുകൾ പിന്നെ ദില്ലി ഭരിച്ചിട്ടുണ്ട്. അപ്പം ഇവരുടെയൊക്കെ ഒരു തലമുറ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു ജനറേഷൻ, അവരുടെ ഫോർ ഫാദേഴ്സ് പിന്നെ ഇവിടെ നിന്നൊക്കെ വരുന്നതാണ്. അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ കുറേ അറിവുകൾ, പ്രത്യേകിച്ച് കാലിഗ്രാഫിയുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ നമ്മൾക്ക് പിന്നെ അവർ വരുമ്പോൾ ഈ ഒരു കണക്ഷനെ നമ്മൾ ബന്ധപ്പെടുത്തി ശരിക്കും പറയാൻ കഴിയുന്ന ഒട്ടോമൻ കാലിഗ്രാഫി ആയിട്ടാണ്. കാരണം ഒട്ടോമൻ കാലിഗ്രാഫി തുടങ്ങുന്നത് തുർക്കിയിൽ നിന്നാണ്. അപ്പോൾ ആ കാലിഗ്രാഫിയെ ഒട്ടോമൻ തുർക്കികൾ മനസ്സിലാക്കിയിരുന്നത് റോയൽ ആർട്ട് എന്ന രൂപത്തിലാണ്, രാജകീയമായിട്ടുള്ള ഒരു എന്താ പറയുക കലാവിഷ്കാരം. ഇന്നത്തെ പോലെ പബ്ലിക് അല്ല, പബ്ലിക് അല്ല. അത് എന്താ പറയുക, അത് രാജാക്കന്മാർ പിന്നെ അവർ മാത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കലാവിഷ്കാരം. പിന്നീടാണ് അതൊക്കെ പബ്ലിക് ആവുന്നത്. ആദ്യകാലത്ത് പിന്നെ എല്ലാ രാജാക്കന്മാരും, പ്രത്യേകിച്ച് ഒട്ടോമൻ കാലത്ത് അവരുടെ ദർബാറിൽ പ്രത്യേകിച്ച് ഹത്താത്തുകൾക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അതായത് 2 പിന്നെ കാറ്റഗറിയാണ് അന്ന് ഉണ്ടായിരുന്നത്. ഒന്ന് കാത്തിബ് എന്ന് പറഞ്ഞതും ഹത്താത്ത് എന്ന് പറയുന്നത്. ഈ കാത്തിബ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ കോപ്പി റൈറ്റ് എന്ന് പറയുന്ന കോപ്പി റൈറ്റർ എന്താണോ കൊടുക്കുന്നത്, മെസ്സേജൊക്കെ സാധാരണ എഴുതി കൊടുക്കുന്ന അല്ലെങ്കിൽ ഏലാനുകൾ തയ്യാറാക്കുന്ന ആള് എന്ന് പറയാം. ഈ ഹത്താത്ത് എന്ന് പറഞ്ഞാൽ അയാളുടെ ഡ്യൂട്ടി വേറെയാണ്. അയാൾ കുറെ കൂടിയും പിന്നെ സുൽത്താനോട് അടുത്ത് നിൽക്കുന്ന ആളായിരിക്കും. അപ്പോൾ അയാളുടെ ഉത്തരവാദിത്തം സുൽത്താന് വേണ്ടി പിന്നെ ഖുർആൻ എഴുതാം, സുൽത്താൻ്റെ ബയോഗ്രഫികളൊക്കെ ചിലപ്പോൾ വളരെ മനോഹരമായ കയ്യെഴുത്തിൽ എഴുതുക, പിന്നെ അതുപോലെ തന്നെ അവരുടെ പിന്നെ മക്കൾക്ക് കാലിഗ്രാഫി പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ കാലിഗ്രാഫറിൻ്റെ ഹത്താത്തിൻ്റെ ഒരു ചുമതലയിൽ വരുന്നതാണ്. അപ്പോൾ കാത്തിബ് എന്ന് പറയുന്ന സ്ഥാനത്തേക്കാൾ ഒരു പിടി മുകളിലായിരിക്കും ആരുണ്ടാവുക, ഹത്താത്ത് ഉണ്ടാവുക. അവർക്ക് പ്രത്യേക സ്ഥാനം എപ്പോഴും ആ ഒരു സുൽത്താൻ്റെ ദർബാറിലോ അല്ലെങ്കിൽ അവരുടെ പിന്നെ സംവിധാനങ്ങളിലോ ഉണ്ടായിരിക്കും. ഈ സാധാരണക്കാരുടെ ഇടയിൽ കാലിഗ്രഫി അത്ര ഫേമസ് അല്ല, പോപ്പുലർ അല്ല ആ സമയത്തല്ല. പക്ഷെ പിന്നീട് അത് പല രീതികളിൽ താഴെത്തട്ടിലേക്ക് വരികയും ഇന്ന് വലിയ രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യപ്പെടുകയും സാധാരണക്കാർക്ക് വരെ അത് അക്സെപ്റ്റായ ആവുന്ന രൂപത്തിലേക്ക് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ അതിനെ വിലയിരുത്തുന്നത് റിസർച്ചേഴ്സ് അല്ലെങ്കിൽ പണ്ഡിതന്മാർ പോലും, സ്കോളേഴ്സ് പോലും അതിനെ വിലയിരുത്തുന്നത് അതൊരു റോയൽ ആർട്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ്. അതുകൊണ്ടാണ് സാധാരണ അവർ പറയാണ്ട് സുൽത്താൻമാർ പെരുമ നടിച്ച ആർട്ട് എന്ന് പറയാം. അത്രയും അവർ ഈ കലയോട് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന ആളുകൾ, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്ന്, തുർക്കിയിൽ നിന്ന്, ഇറാനിൽ നിന്നൊക്കെ വന്ന ആളുകളാണ് പിന്നീട് ദില്ലിയിലേക്ക് വരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു പിന്നെ കലാവിഷ്കാരങ്ങളിലും തെളിഞ്ഞു നിൽക്കുന്നത്, കാലിഗ്രാഫി തെളിഞ്ഞു നിൽക്കും സ്വാഭാവികമായിട്ടും. പക്ഷെ അതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എലമെൻ്റ് എന്ന് പറയുന്നത് പേർഷ്യൻ കാലിഗ്രാഫി ഇതിൽ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അതിനു മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് എഴുത്ത് ശൈലികളുണ്ട്. ഇത് ഞാൻ നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ ചോദിച്ചത്, നമ്മൾ പലയിടത്തും പലതും ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞു അത് കൂഫിയാണ്, ഇത് സുലൂസാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഇത് കുറെ ഇനങ്ങളുണ്ട്, വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം, എത്ര ഖുർആൻ ഓത്ത് ശൈലികളുണ്ട് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഹാഫിസ് പറയാ? 7 അതെ. എത്ര എഴുത്ത് ശൈലികൾ, അറബി എഴുത്ത് ശൈലികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടില്ല. പെട്ടെന്നല്ല, നമ്മൾ കുറെ റിസർച്ച് ചെയ്താൽ പോലും ചിലപ്പോൾ ഒരു കൃത്യമായ മറുപടി അതിൽ കിട്ടണമെന്നില്ല. ലോകത്ത് എത്ര അറബി എഴുത്ത് ശൈലികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കും പ്രത്യേകിച്ച് ഉത്തരവില്ല അതിന്. പക്ഷേ എന്താ പറയുക, ഓരോ പ്രാദേശികമായി എടുത്താൽ ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ പിന്നെ
ആഫ്രിക്കൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് എഴുത്ത് ശൈലി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹത്ത് തുനീഷ്യയിലുണ്ടായത്, അവിടെ തന്നെ ഹത്ത് മഗ്രിബി മൊറോക്കൻ സ്റ്റൈലുണ്ട്, ചൈനയിലുണ്ട് ഹത്ത് ചൈനീസ് സ്റ്റൈലുണ്ട്, പിന്നെ നമ്മുടെ നാട്ടിലും പൊന്നാനി സ്റ്റൈൽ ഉണ്ടായിട്ടുണ്ട്, ഹത്ത് പൊന്നാനി ഉണ്ട്. അതുപോലെ തന്നെ ആഫ്രിക്കയിൽ തന്നെ മേജർ ആഫ്രിക്കൻ പാർട്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് ഹത്ത് സുഡാനി ഉണ്ട്, ഹത്ത് ബർണാവി ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ വേറെ ഉണ്ട്. ഈ ഖുറാനിലൊക്കെ കാണുന്ന ഏതായിരിക്കും? ഖുറാനിലുള്ള നെസ്ഖ് സ്റ്റൈലാണ്. ഇപ്പോൾ നമ്മൾ മദീനയിലും ഒക്കെ നമ്മൾ വായിക്കും, നമ്മൾ സാധാരണ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ വായിക്കപ്പെടുന്ന ഖുറാൻ എന്ന് പറയുന്നത് നെസ്ഖ് സ്റ്റൈലിലാണ്. അതാണ് പോപ്പുലർ ആയിട്ടുള്ളത്. പക്ഷെ മറ്റു എഴുത്ത് ശൈലികളിലും ഖുറാൻ കാലിഗ്രാഫി രൂപത്തിൽ അല്ലെങ്കിൽ എഴുത്ത് ശൈലികൾ കാണാൻ കഴിയും. പക്ഷേ ഒരു 90% ഖുറാൻ കോപ്പികളും ഇന്ന് ഇറക്കപ്പെടുന്നത് നെസ്ഖ് സ്റ്റൈലിലാണ്. പിന്നെ സുലുസ് സ്റ്റൈലാണ്. സുലുസ് സ്റ്റൈൽ ഖുറാനിൽ തന്നെ ഉണ്ട്. ഖുറാന്റെ ഹെഡിങ്ങുകൾ എഴുതുന്നത്, അതുപോലെ തന്നെ ഓരോ സൂറത്തിന്റെ പേരുകൾ എഴുതുന്നത് സുലുസ് സ്റ്റൈലായിരിക്കും. പക്ഷെ ഖുർആന്റെ ആയത്തുകൾ എഴുതുന്നത് നെസ്ഖ് സ്റ്റൈലായിരിക്കും. അപ്പോൾ ഈ ഡിഫറൻസ് മനസ്സിലാക്കി നമുക്ക് കുറെയൊക്കെ ഇത് തിരിയും. അതെ. പക്ഷെ ഓരോ ഹർഫുകൾ എഴുതുന്നതിന് കൃത്യമായ നിയമാവലികളുണ്ട് ട്രഡീഷണൽ കാലിഗ്രാഫിയിൽ. അപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നമ്മൾ പിന്നെ ഖുറാൻ ഓതുമ്പോൾ മഹ്റജ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലേ, തജ്വീദ് ഇല്ലാതെ എത്ര മനോഹരമായിട്ട് ഖുറാൻ ഓതിയാലും ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അതൊരിക്കലും എന്താ പറയുക, ഒരു നല്ല ഓത്ത് നമ്മൾ വിലയിരുത്തൂല. അതുപോലെ തന്നെയാണ് നമ്മൾ അറബി എഴുത്ത് കാലിഗ്രാഫിയിൽ എഴുതുമ്പോൾ അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ഒരു ഹർഫ് എഴുതുന്നതിന് ഇത്ര നുക്ത വേണമെന്നുണ്ട്. അപ്പോൾ ആ നുക്തകൾ പാലിച്ചുകൊണ്ട് ഓരോ ഹർഫുകളും ഇത്ര വർഷം എടുത്തിട്ടാണ് ഓരോ ഹത്താത്തുകളും പഠിക്കുക. അപ്പോൾ ഒരു മാസ്റ്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പിന്നെ പ്രധാനപ്പെട്ട ഒരു അറബി കാലിഗ്രാഫറായി മാറണമെങ്കിൽ വർഷങ്ങൾ എടുക്കുന്നൊരു പ്രോസസ്സാണത്. ഇപ്പം ഞാനൊക്കെ അറബി പഠിക്കുന്ന സമയത്ത് നമുക്കതൊരു ഇത്ര റൂൾസുള്ളൊരു സാധനമല്ലല്ലോ. അപ്പം ഞാനത് ഇങ്ങനെ നോക്കും, നമ്മൾ റെഫറൻസ് എടുക്കും, അതിലെ പോലെ അറ്റങ്ങൾ ഇങ്ങനെ കൂർപ്പിച്ച് ഇങ്ങനെ അറ്റങ്ങനെ വരച്ചിട്ട് അവിടെ ഇങ്ങനെ കളർ എടുക്കണ പോലെ വരച്ച് അതിന് നമ്മൾ ഇമിറ്റേഷൻ എന്നാണ് പറയുക. ഇപ്പോൾ ഹാഫിസ് ചെയ്ത കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികളോടൊക്കെ പറയാം, നിങ്ങൾ കാലിഗ്രാഫി പഠിക്കുമ്പോൾ ഇമിറ്റേറ്റ് ചെയ്യണം. ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു കുട്ടിക്ക് അയാളുടെ ഉള്ളിൽ എത്രത്തോളം കാലിഗ്രാഫി ടാലന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാം. ഇതിൽ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഈ ഒട്ടോമൻ കാലത്ത് കാലിഗ്രാഫി മേഖലയിലേക്ക് വരുന്ന ആൾക്ക് 2 ക്വാളിഫിക്കേഷൻ ഒട്ടോമൻ സുൽത്താൻമാർ നിർബന്ധമാക്കിയിരുന്നു. അതൊരു കാലിഗ്രാഫറായിട്ട് ജോലി ലഭിക്കണമെങ്കിൽ 2 പ്രധാനപ്പെട്ട ഒരു ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞത്, ഒന്ന് പിന്നെ നല്ല കൈയെഴുത്ത് കല അല്ലെങ്കിൽ എഴുതാനുള്ള നന്നായിട്ട് എഴുതാനുള്ളൊരു പിന്നെ കഴിവുണ്ടായിരിക്കണം. ഇത് പഠിക്കണമെങ്കിൽ അല്ല, ഈ ജോലി കിട്ടണമെങ്കിൽ ഇവരുടെ കീഴിൽ, അതായത് സുൽത്താൻ്റെ കീഴിൽ വർക്ക് ചെയ്യാനുള്ള ജോലി കിട്ടണമെങ്കിൽ എന്ത് വേണം? നന്നായിട്ട് എഴുതാനുള്ള കഴിവുണ്ടായിരിക്കണം ഒന്ന്. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് അറബി ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയണം. അപ്പോൾ ഇത് 2ഉം ആയിരുന്നു ഒരു കാലിഗ്രാഫറിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് ആ കാലഘട്ടത്തിലുള്ള ആളുകൾ വെച്ചിരുന്ന മാനദണ്ഡങ്ങൾ. പക്ഷേ പിന്നീട് അതൊക്കെ മാറി എന്ന് പറഞ്ഞാൽ കഴിവ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി. മാസ്റ്റേഴ്സ് ഒരുപാട് വന്നു, ഒരുപാട് സ്കൂളുകൾ, ഇതേപോലെ കാലിഗ്രാഫി സ്കൂളുകൾ ബഗ്ദാദിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും തുടങ്ങി. അവിടെയൊക്കെയും ഇത്തരം പിന്നെ കുട്ടികൾ, നല്ല ഒരുപാട് കുട്ടികൾ വളർന്നു വരികയും അവരൊക്കെ പിന്നീട് മാസ്റ്റേഴ്സ് ആവുകയൊക്കെ ചെയ്തു. ഈ ദില്ലിയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ പിന്നെ ദില്ലിയിലേക്കുള്ള ഈ പറയുന്ന നമ്മൾ ദില്ലി സുൽത്താന്മാരുടെ കാലഘട്ടം എടുത്താൽ തന്നെ അതിൽ ഫിറോസ് ഷാ തുഗ്ലക്ക്, അതുപോലെ തന്നെ അവിടെ നിന്ന് മുഗളന്മാരുടെ കാലത്ത് പോയി കഴിഞ്ഞാൽ ഈ കാലിഗ്രാഫിയുടെ പീക്ക് സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഗോൾഡൻ ഏജ് എന്നൊക്കെ പറയാം. കാരണം ഒരുപാട് പിന്നെ പണ്ഡിതന്മാർ മാത്രമല്ല, ഈ മേഖലയിൽ, ഈ കാലിഗ്രാഫി മേഖലയിൽ പ്രാവീണ്യമുള്ള പണ്ഡിതന്മാരുണ്ട്. അവർ ആർട്ടിസ്റ്റ് മാത്രമല്ല ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊന്നും എല്ലാവരും നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നിന്ന് വന്നവരല്ല, അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള ആളുകളല്ല, ഡൽഹിക്കാരുമല്ല. അവരെല്ലാവരും ഇറാനിൽ നിന്നോ തുർക്കിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ആർട്ടിസ്റ്റുകളാണ്. മുഗളന്മാർ അവരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ താജ്മഹൽ കാലിഗ്രാഫി ചെയ്ത വ്യക്തി. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് അസദുള്ള ബേഗ് എന്നാണ് അദ്ദേഹം അറിയപ്പെടാം. അദ്ദേഹത്തിന്റെ പേര് അമാനത്ത് ഖാൻ ഷിറാസി എന്നാണ് അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുത്ത പേരാണത്. അദ്ദേഹത്തിന് ശരിക്കുള്ള പേര് വേറെയാണ്. അമാനത്ത് ഖാൻ ഷിറാസി എന്നുള്ള ഷാജഹാൻ അദ്ദേഹത്തിന് കൊടുത്ത പേരാണ്. അപ്പോൾ ഇദ്ദേഹം പിന്നെ ഷിറാസ്, ഇപ്പോഴത്തെ ഇറാനിലുള്ള ഷിറാസിൽ നിന്നാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ദില്ലിയിൽ കാണുന്ന ഒരുപാട് മോണമെന്റ്സിൽ എഴുതിയതൊന്നും
ഒരു പക്ഷേ അതിന്റെ ചില സ്ഥലങ്ങളിലൊക്കെ അവരുടെ പേര് അതിന്റെ താഴെ ഉണ്ടാവും. ഇപ്പൊ താജ്മഹലിന്റെ പിന്നെ കാലിഗ്രാഫറുടെ പേര് അവിടെ തന്നെ ഉണ്ട്, താജ്മഹലിന്റെ ആ ഒരു ഇൻസ്ക്രിപ്ഷന്റെ താഴെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കാലിഗ്രഫിയെ കുറിച്ചൊക്കെ പറയുന്നത് നമ്മൾ ഡൽഹി ബേസിസിലാണല്ലോ. അതെ അതെ അതെ. അപ്പോ ഇത് നമ്മൾ ഇപ്പോഴാണ് ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ കാലിഗ്രഫീനെ കുറിച്ചും ഇതെന്താണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത് നോക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഡൽഹിക്ക് പോകുന്നതും ഈ താജ്മഹൽ കാണാൻ പോകുന്ന ഉപ്പാന്റെ കൂടെയാണ്, ഫാമിലിയുടെ കൂടെയാണ്. അപ്പോൾ ട്രെയിനിൽ ഇരിക്കുമ്പോൾ ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് പഠിപ്പിച്ചു തരാണ്. നമ്മൾ താജ്മഹൽ കാണാൻ പോകും, നമ്മൾ ഇത് കാണാൻ പോകും, റെഡ് ഫോർട്ട് കാണാൻ പോകും, ഇതൊക്കെ ഉണ്ടാക്കിയത് ഷാജഹാന്റെ ഈ കാലത്താണൊക്കെ പറയും. എന്നിട്ട് മത്സരം നമ്മളൊക്കെ ചെറിയ മക്കളാണ്, ഞാൻ 6ാം ക്ലാസ്സിലൊക്കെയാണ്, എൻ്റെ അനിയന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ ക്വിസ് പോലെ അത് പഠിപ്പിച്ചു തരാണ്. ഇപ്പൊ ട്രെയിനിൽ കുറെ സമയം ഉണ്ടല്ലോ. അപ്പൊ താജ്മഹലിന്റെ എഞ്ചിനീയർ ആരാണ്? അപ്പൊ ഉസ്താദ് അഹമ്മദ് ലാഹോരി. ഇങ്ങനെ നമ്മള് പഠിച്ചിട്ട് നമ്മള് മറക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിന്നെയും ഇങ്ങനെ പറഞ്ഞിട്ട് ഓക്കെ എന്നാ ആ പേര് ഇങ്ങനെ പഠിച്ചു. അപ്പൊ അന്ന് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിരുന്നൊരു കഥ ഉണ്ട്. പിന്നെയാണ് ഞാനത് ജസ്റ്റ് ഒരു കഥയാണ്, അതിന്റെ പിന്നിൽ അങ്ങനെ ഒരു മിത്ത് പോലെ തന്നെ നിൽക്കുന്ന സാധനമാണ്. അതായത് താജ്മഹൽ ഉണ്ടാക്കിയതിന് ശേഷം ഉസ്താദ് അഹമ്മദ് ലാഹോറിനെ ഷാജഹാൻ വിളിച്ചിട്ട് 2 കണ്ണും പിഴുതെടുക്കുക, ബ്ലൈൻഡ് ആക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ഒരു താജ്മഹൽ ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിനെ കുറിച്ചൊന്നും നമുക്ക് ഒരു എന്താ പറയാ ബേസ് ഇല്ലാതെ പറയാനും കഴിയില്ല. പല രീതിയിലുള്ള പിന്നെ പരിശോധിച്ച് നോക്കുമ്പോ അത് റിയൽ അല്ല, ഒരു മിത്താണ്. സ്റ്റോറികളും കുറെ അങ്ങനെ വരും. അതിപ്പോ ദില്ലിയുടെ കുറിച്ചുള്ള കഥകളിലും ഇങ്ങനെ കുറെ വരുന്നുണ്ട്, നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ കാലിഗ്രാഫി അങ്ങനെ വരുന്നു. അതിനുശേഷം ഓരോ കാലഘട്ടത്തിലും മുഗളന്മാരുടെ കാലഘട്ടത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുഗളന്മാരുടെ ഓരോ സുൽത്താക്കന്മാരും അവരുടെ മോണമെന്റ്സിലൊക്കെ കാലിഗ്രാഫി, പ്രത്യേകിച്ച് ഈ ദില്ലിയിലുള്ള കാലിഗ്രാഫി അധികം നെസ്ഖ് സ്റ്റൈലിൽ കാണാൻ പറ്റും. നമ്മൾ ഖുറാനിൽ എഴുതിയിരിക്കുന്ന നേരത്തെ പറഞ്ഞ അതേ ശൈലിയിൽ തന്നെ മോണമെന്റ്സിലുള്ള എപ്പിഗ്രാഫുകൾ ഉണ്ട്. എപ്പിഗ്രാഫ് എന്ന് പറഞ്ഞാൽ ശിലാലിഖിതങ്ങൾ, അതായത് അവിടെ കൊത്തിവെച്ചിരിക്കുന്ന ഇൻസ്ക്രിപ്ഷൻസ്. അപ്പൊ ഇൻസ്ക്രിപ്ഷൻസ് ഉപയോഗിച്ചിരിക്കുന്നത് നെസ്ഖ് സ്റ്റൈൽ ഉപയോഗിച്ചിട്ടുണ്ട്, കുഫിക് സ്റ്റൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. കുഫിക് കുറച്ചും കൂടിയും സ്ക്രച്ചഡ് ആയിരിക്കും എന്ന് പറഞ്ഞാല് പിന്നെ എന്താ പറയുക, നമ്മളൊരു കട്ട ഇങ്ങനെ എടുത്തു വെച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് മൊത്തത്തിലൊരു ബോക്സ് ഒക്കെ പോലെ തോന്നും. അത് നമുക്ക് മിമ്പറുകളിലും ഒക്കെ നമുക്ക് ഉള്ളിൽ കാണാൻ കഴിയും. നമ്മളത് പോയപ്പോ ഹുമയൂൺ സ്റ്റോംബ് പോയപ്പോ ഈ ഖബറുകളുടെ മുകളിൽ അതുണ്ടാവും. അതുണ്ടായിരുന്നത് കുറച്ചുകൂടി ഒരു കൂഫി. അത് സാധാരണ കാണാൻ കഴിയുന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോ നമ്മള് നിസാമുദ്ദീൻ ദർഗയില്ലേ, അവിടെ നമ്മൾ പോകുമ്പോൾ അവിടെ 2-3 ഖബറുകളുണ്ട്. ഒന്ന് ജഹനാരയുടെ ഉണ്ട്, അതായത് ഷാജഹാന്റെ മൂത്ത പുത്രിയായിട്ടുള്ള ജഹനാരയുടെ ടോംബുണ്ട്, അമീർ ഖുസ്രുവിന്റെ ടോംബുണ്ട്. ഈ രണ്ട് ടോംബും മാർബിളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെയും പേർഷ്യൻ രൂപത്തിലുള്ള എഴുത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ പറഞ്ഞ പോലെ കുഫിക്കിന്റെ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ആർക്കിടെക്ചർ, അപ്പോൾ കാലിഗ്രാഫി ഇങ്ങനെ പിന്നെ അവർ ആ രൂപത്തിലുള്ള പ്രൊമോഷൻ അവർ കൊടുത്തു. ഒരുപാട് സ്കൂളുകൾ ദില്ലിയിൽ അവർ തുറന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹത്ത് പഠിപ്പിക്കുന്ന, നമ്മൾ ശരിക്കും കാലിഗ്രാഫി എന്ന് പറയുന്നതിനേക്കാളും ഹത്ത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, മദ്രസകൾ. അപ്പോൾ അവിടെയുള്ള മദ്രസകളിൽ അവരെന്ത് ചെയ്തിരുന്നു, ഇത്തരം എഴുത്തുകല പിന്നെ മദ്രസകളിൽ പഠിപ്പിച്ചിരുന്നു. നിങ്ങളിപ്പോ പറഞ്ഞു തന്നപ്പോഴാണ്, അതായത് ഇതിങ്ങനെ അലിഫ് ഇങ്ങനെ ചെരിച്ച് എഴുതുക, ഇവിടെ ഒരു വട്ടം ഇതിങ്ങനെ ആ വരക്കെട്ട് പറഞ്ഞപ്പോഴാണ്. ട്രഡീഷണൽ കാലിഗ്രാഫി കൃത്യമായ ജിയോമെട്രി പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അതൊരു മാസ്റ്ററിന്റെ കീഴിൽ പഠിച്ചാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു കാലിഗ്രാഫർ ആവാൻ കഴിയുള്ളൂ. മോഡേൺ കാലിഗ്രാഫി എന്ന് പറയുന്നത് നമുക്ക് പിന്നെ നമ്മുടേതായ ആർട്ടിസ്റ്റിക് മൈൻഡോട് കൂടി നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു അറബിക് കാലിഗ്രാഫർ, യഥാർത്ഥത്തിൽ ഒരു ട്രഡീഷണൽ അറബിക് കാലിഗ്രാഫി പഠിക്കുന്ന ഒരാൾ ശരിക്കും ഒരു മാസ്റ്ററിന്റെ കീഴിൽ വർഷങ്ങൾ എടുത്തിട്ടാണ് പഠിക്കുക. അതിൽ റിസർച്ച് ചെയ്യും ചിലർ. അതിലിപ്പോൾ ഞാനൊരു 12ഓളം ആളുകൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു മാക്സിമം ഒരു 10 പേരും അവർ കാലിഗ്രാഫി പിന്നെ ആർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കാലിഗ്രാഫി അവർ വരക്കുന്നുണ്ടെങ്കിൽ പോലും അവർ അതിൽ റിസർച്ച് ചെയ്യണം, PhD ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ എത്ര കൊല്ലം എടുത്തിട്ടാണ് കാലിഗ്രാഫി പഠിച്ചത്? ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ പഠനം കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മളിങ്ങനെ ഓരോ പിന്നെ മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഓരോ മാസ്റ്റേഴ്സിന് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴായിരിക്കും പുതിയ പിന്നെ ഡോറുകൾ നമുക്ക് വേണ്ടി തുറന്നു വെക്കുന്നത്. കാരണം ഇങ്ങനെ ഉണ്ടല്ലോ കാലിഗ്രാഫിയിൽ നമ്മൾ അറിയുന്നത്. അപ്പോൾ വീണ്ടും അതിൻ്റെ പുറകെ പോകും. അങ്ങനെയാണ് മാനുസ്ക്രിപ്റ്റിൻ്റെ പുറകെയൊക്കെ നമ്മൾ പോകാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ കയ്യെഴുത്ത് പ്രതികളെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട എലമെന്റ് കാലിഗ്രാഫി ആയിട്ട് വരുന്നുണ്ട്. കാരണം ആ എഴുത്ത് ശൈലി നോക്കിയിട്ട് അതിന് നമ്മൾ പാലിയോഗ്രാഫി എന്നാണ് പറയാം. അതായത് മാനുസ്ക്രിപ്റ്റിലുള്ള കയ്യെഴുത്ത് ശൈലികളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ ഒരു പിന്നെ ബ്യൂട്ടി എങ്ങനെയാണ്, ആ ഒരു എഴുത്ത് ശൈലി എങ്ങനെ വന്നു, അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ
പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് തോന്നുന്നത്. ആ ശൈലി ചിലപ്പോൾ വേറെ എവിടെന്നെങ്കിലും നമുക്ക് കിട്ടിയതായിരിക്കാം. അപ്പോൾ ഇതിന് സർക്കുലേഷൻ ഉണ്ട്. ഇവിടെ ഉള്ള ഒരു സ്റ്റൈല് എങ്ങനെയാണ് അവിടെ എത്തിയത്, ആ ഒരു പ്രയാണം അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പഠിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഇതില് നമ്മളന്ന് ഇങ്ങനെ നിങ്ങളിപ്പോ ഇത് പറഞ്ഞപ്പോഴാണ് ഇതിന്റെ കൂടെ തന്നെ നമ്മളിപ്പോ കാലിഗ്രാഫിയെ കുറിച്ചും അവിടുത്തെ ഒരു ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ നാണയങ്ങൾ. അതെ അതെ അതെ. ഈ നാണയങ്ങളിൽ തന്നെ കുറച്ച് കാലിഗ്രഫി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കാലിഗ്രാഫി മേഖലയിലേക്ക് ഇങ്ങനെ റിസർച്ച് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് പിന്നീട് കുറേ നാൾക്ക് ശേഷമാണ് നാണയങ്ങൾ കടന്നു വരുന്നത്. അതായത് നാണയങ്ങളെ കുറിച്ച് വീണ്ടും പഠിച്ചു നോക്കുമ്പോഴാണ് ന്യൂമിസ്മാറ്റിക് സ്റ്റഡീസ്, അതിനങ്ങനെ പറയാം, നമ്മൾ ന്യൂമിസ്മാറ്റിക് സ്റ്റഡീസ് എന്നാ പറയാം. അതിനുശേഷം നമ്മൾ അതിനെ ബുക്കുകൾ തിരഞ്ഞു നോക്കുമ്പോൾ ബുക്കുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അതായത് അറബിക് കാലിഗ്രാഫി പിന്നെ ഓൺ ഇന്ത്യൻ കോയിൻസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള മറ്റു പഠനങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊരു കേവലം ഒരു ആർട്ടല്ലാന്നും ഇതൊരു വലിയ വിജ്ഞാന ശാഖയാണെന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ അർത്ഥത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ്, കാലിഗ്രാഫി ഈ അർത്ഥത്തിൽ നമ്മൾ സമീപിക്കുമ്പോഴാണ്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു നാണയത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും ഇത്തരം ഫൗണ്ടേഷനുകളുണ്ട്. അതായത് അറബ് ലോകത്തെയും ഇസ്ലാമിക് വേൾഡിലും ഉള്ള നാണയങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ കാലിഗ്രാഫി എന്ന് പറയുന്നതിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാതെ അതിൻ്റെ മറ്റു ഉപവിഭാഗങ്ങൾ കൂടി നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ആർട്ട് കേവലം ഒരു ആർട്ടല്ലാന്നും നമ്മൾ കുറേ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു വിജ്ഞാന ശാഖയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ദില്ലിയിൽ മദ്രസകളിലും പഠിപ്പിക്കപ്പെട്ടു. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ ഇതൊരു പോപ്പുലർ ആർട്ടായി മാറി. നമ്മുടെയൊക്കെ കുട്ടികൾ പ്രത്യേകിച്ച് കൊറോണ സമയത്ത് ഒരുപാട് കുട്ടികൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നു. നല്ല രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ വലിയൊരു നല്ല കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ പക്ഷേ അതിൽ സംഭവിച്ചൊരു കാര്യം, ആരും ഇതിനൊരു റിസർച്ച് രൂപത്തിൽ അക്കാദമിക്കലി അതിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു കുറവാണ് ഇപ്പോൾ ആ മേഖല നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. കാരണം അത്തരം പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. നമ്മളൊരു ആർട്ടിനെ കേവലം ഒരു ആർട്ടായിട്ട് കാണാതെ ഒപ്പം നമുക്കതിൽ ബുക്കുകൾ വേണം ഇനിയും. അതുപോലെ തന്നെ റിസർച്ച് പിന്നെ ആർട്ടിക്കിൾസ് നമ്മൾ പബ്ലിഷ് ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ സെമിനാറുകൾ നടക്കണം അതിനെക്കുറിച്ചിട്ടുള്ള. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോഴാണ് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് എവിടെ നിന്ന് വന്നു, ഇത്തരം എഴുത്ത് കലകൾ എങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു അറിവ് നമുക്ക് ലഭിക്കും. കേവലം ഒരു ആർട്ടായിട്ടില്ല, ഈ ആർട്ട് എങ്ങനെയാണ് അന്നത്തെ സമൂഹത്തെ എങ്ങനെയാണ് അത് സ്വാധീനിച്ചത്, എന്ത് വരെയാണ് അന്ന് ഉണ്ടായിരുന്നത്, ഇതൊക്കെ നമ്മൾ അറിയണമെങ്കിൽ എന്തായാലും അക്കാദമിക്കലി ഇതിനെ അപ്രോച്ച് ചെയ്യാൻ നമുക്കിത് കഴിയില്ല. ഒരു കേവലം ഒരു ആർട്ടിസ്റ്റ് ആവുന്നതിന് പകരം, ഒരു അറബിക് കാലിഗ്രാഫർ ആവുന്നതിന് പകരം അതിൽ നമ്മൾ റിസർച്ച് ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക എന്നതാണ് പിന്നെ ഇത് പഠിക്കുന്നവരോടുള്ളൊരു അഡ്വൈസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിലേ എനിക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ എനിക്ക് കുറച്ചുകൂടി അറിയണമെന്ന് തോന്നിയ ഒരു ഏരിയയാണ് ഈ ആർക്കിടെക്ചറിലുള്ള ഈ ഒരു അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് ആർക്കിടെക്ചറിൽ 3 രീതിയിലുള്ള കാലിഗ്രാഫി സ്റ്റൈലുകൾ കാണാൻ കഴിയും. 3 രീതിയിലുള്ള എപ്പിഗ്രാഫുകൾ. അതിലൊന്ന് റിലീഫ് എന്ന് പറയും, ഒന്ന് എൻഗ്രേവ്ഡ് ആണ്, ഒന്ന് പോളിഷ് ആണ്. ഇപ്പൊ റിലീഫ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കറിയാം ആർക്കിടെക്ചറിൽ നമ്മൾ ഇപ്പോൾ ഹാഫിസ് ഡൽഹിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഹുമയൂൺ ടോംബി പോയി എന്ന് പറഞ്ഞു. പല സ്ഥലങ്ങളിലും പോകുമ്പോഴൊക്കെ അവിടെ കൊത്തി വെച്ചിട്ടുണ്ടാവും ഈ പിന്നെ ഇൻസ്ക്രിപ്ഷൻസ്. ആ ഇൻസ്ക്രിപ്ഷൻസ് എല്ലാം ഒരേ രീതിയിൽ കൊത്തി വെച്ചിരിക്കുന്നതല്ല, ചിലത് റിലീഫ് ആയിരിക്കാം. റിലീഫ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അതായത് ഇൻസ്ക്രിപ്ഷൻസ് പുറത്തേക്ക് ഉന്തി നിൽക്കും. നമ്മൾ നോക്കുമ്പോൾ അതായത് പിന്നെ അക്ഷരങ്ങൾ വിസിബിൾ ആയിരിക്കും, കുറെ കൂടി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിലായിരിക്കും റിലീഫിന്റെ രൂപങ്ങൾ ഉണ്ടാവുക. മറ്റൊന്ന് എൻഗ്രേവ്ഡ് ആണ്. എൻഗ്രേവ്ഡ് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ സാധാരണ മാർബിളിലൊക്കെ കൊത്തി വെക്കുന്നത് പോലെ ഉള്ള ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഒന്ന് പോളിഷാണ്. പോളിഷ് എന്ന് പറഞ്ഞാൽ മാർബിളിലോ ഗ്രാനൈറ്റിലോ ഒക്കെയാണ് അത്തരം കാലിഗ്രാഫി വർക്കുകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ താജ്മഹലിലൊക്കെ പോകണമെങ്കിൽ കാണാൻ കഴിയുന്ന പോളിഷ് വർക്കുകളാണ്. കാരണം വളരെ മിനുസമുള്ള പ്രതലത്തിലായിരിക്കും പോളിഷ് വർക്കുകൾ ചെയ്യുക. അപ്പോൾ പിന്നെ ഈ 3 രീതിയിലുമുള്ള പിന്നെ എന്താ പറയുക എപ്പിഗ്രാഫുകൾ, ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് എവിടെ കാണാൻ കഴിയും? ദില്ലിയിൽ കാണാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ മെഹ്റോളി പോകുമ്പോൾ മെഹ്റോളിയിലുള്ള ഒരുപാട് പള്ളികളിൽ ആ കോംപ്ലക്സിനുള്ള തൊട്ടടുത്തുള്ള കോംപ്ലക്സിലുള്ള പള്ളികൾ നമുക്കിത് കാണാൻ കഴിയും. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക അലായ് ദർവാസ എന്ന് പറയുന്ന അലാവുദ്ദീൻ ഖിൽജിയുടെ ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പിന്നെ ഡൽഹി റെഡ് ഫോർട്ടിലുണ്ട്. റെഡ് ഫോർട്ടിൽ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഇതൊക്കെ എനിക്ക് സംശയം, അതായത്
ഈ കല്ലുകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ കൊത്തുപണിയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അവിടെ ഫിറ്റ് ചെയ്യണോ ചെയ്യാ? അതെന്ന് വെച്ചാല് നമുക്ക് അങ്ങനെ പിന്നെ കൊണ്ടുവന്ന് വെച്ചതാണോ എന്നും നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. ചിലത് ചിലപ്പോൾ ഓൾറെഡി ഫ്രെയിം ചെയ്ത് വെച്ചത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തതാവാം, ചിലപ്പോൾ ആ മൂമെന്റിൽ അതിന്റെ അവിടെ വെച്ചുകൊണ്ട് അത് ചെയ്തതാവാം. ഈ കുബ്ബന്റെ മുകളില് മിനാരത്തില് ഒക്കെ ഇപ്പൊ കുബ്ബന്റെ അവിടെ ഏറ്റവും മുകളിൽ നമ്മളിങ്ങനെ അടിയിൽ നിന്ന് നോക്കുമ്പോൾ മുകളിൽ ഇങ്ങനെ ഫുള്ള് കാണാലോ. അപ്പൊ അതൊക്കെ എങ്ങനെയായിരിക്കും ഒരു ചെയ്തിട്ടുണ്ടാവും? ഇവര് അത് ചെയ്തിട്ടുണ്ടാവുന്ന വെച്ചാല്, ഒന്ന് ഈ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇതിലൊക്കെ എക്സ്പേർട്ടുകളായ ആളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുർക്കിയിൽ നിന്നും ഇറാനിൽ നിന്നും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ആളുകളെ വെച്ചിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പോൾ അത്രയും എക്സ്പേർട്ടും അത്ര എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളെ വെച്ചുകൊണ്ടാണ് ഇതൊക്കെ ചിലപ്പോൾ ഒരു മാസങ്ങളുടെ ടൈം എടുത്തിട്ടായിരിക്കും ഇതൊക്കെ അവർ വർക്ക് ചെയ്യുക. അത്രയും പെർഫെക്ഷൻ ആ വർക്കിന് വരണമെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള ഓരോ പോയിന്റുകൾ അവർ നോക്കിയിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ ഡോമിൽ ചെയ്യുന്നത്, മിനാരത്തിൽ ചെയ്യുന്നത് അതിന് പ്രത്യേകമായ ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഡോമിൽ ചെയ്യുന്നതിന് വേറെ ആളുകളുണ്ടാവും. അപ്പോൾ ഇതിന് തന്നെ ഇപ്പോൾ അത്ര ആൾക്കാർ ഒറ്റ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമുക്കൊരു വ്യത്യാസവും ഫീൽ ചെയ്യൂല. കാരണം എന്ന് വെച്ചാൽ പിന്നെ അന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ട്രഡീഷണൽ കാലിഗ്രാഫി എന്ന് പറയുന്നതിൽ നമുക്ക് പിന്നെ ട്രഡീഷണൽ കാലിഗ്രാഫി പഠിച്ചാലും അത് സ്ക്രിപ്റ്റഡ് ആയതുകൊണ്ട് ഒരേപോലെ ആയിരിക്കും നമ്മൾ എഴുതാം. മോഡേൺ കാലിഗ്രാഫി പോലെയല്ല ട്രഡീഷണല് നമ്മൾ ആ ഒരു പാറ്റേൺ ഉണ്ട്, ആ ഒരു റൂൾ ഉണ്ട്. ആ റൂൾ എല്ലാവരും അങ്ങനെ തന്നെ പാലിച്ചാണ് എഴുതുള്ളൂ. പിന്നെ മോണമെന്റ്സിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പേപ്പറിൽ എഴുതുന്ന പോലെ എന്തായാലും മോണമെന്റ്സിലുള്ള നിയമാവലികൾ നമുക്ക് പാലിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കൊത്തിവെക്കുന്ന സമയങ്ങൾ, എപ്പിഗ്രാഫ്, ശിലാലിഖിതങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും പിന്നെ ഈ പറഞ്ഞ നുക്തകൾ വെച്ചിട്ട് അളവ് വെച്ചിട്ട് നമുക്ക് അതിനെ വിലയിരുത്താൻ കഴിയില്ല. കാരണം അവിടെയൊക്കെ ചിലപ്പോൾ സ്പേസിന്റെ കുറവ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ വരാം. അപ്പോൾ കൃത്യമായിട്ട് തന്നെ അതിന്റെ നിയമാവലികൾ പാലിച്ചു കൊള്ളണമെന്നില്ല. അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എഴുത്തിൽ വരാം. ഇതിന്റെ ഒപ്പം തന്നെ വരുന്ന സാധനമാണല്ലോ ഇപ്പോൾ ഖുറാനോടൊപ്പം. എനിക്ക് ഖുറാനെക്കാട്ടി ചിലപ്പോൾ ഖുറാനോ ഹദീസോ എന്ത് ഇൻസ്ക്രിപ്ഷൻസ് ആവട്ടെ, അതിന്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ അതിനെക്കാട്ടി വരുന്നതാണെങ്കിൽ ഈ മോട്ടീവ്സ് എന്ന് പറയുന്ന മോട്ടീവ്സ്, അതായത് വെജിറ്റൽ മോട്ടീവ്സ് വരും, ഓർണമെന്റേഷൻസ് വരും. അതായത് ഇപ്പൊ നമ്മൾ ഈ മുന്തിരിവള്ളികൾ പടർന്നു കയറുന്ന രൂപത്തിൽ ഖുർആൻ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഖുർആന്റെ പേജുകൾ, ബോർഡേഴ്സ്, അതിനെ നമ്മൾ ഇലുമിനേഷൻ, തെസ്ഹിബ് എന്ന് പറയാം. സ്വർണം ചാലിച്ച സ്വർണ്ണ നിറം കൊണ്ടാണ് അതിനെ നമ്മൾ തെസ്ഹിബ് എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഈ ഖുർആൻ ടു ബി ഡെക്കറേറ്റഡ് എന്നാണ്. ഖുർആൻ എപ്പോഴും ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം. അതുകൊണ്ടാണ് ഖുർആൻ തുറക്കുമ്പോൾ തന്നെ ഒരു കാലിഗ്രാഫിയാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്, അല്ലേ? ഏത് ഖുർആൻ തുറക്കുമ്പോഴും നമ്മളെ മനസ്സിനെ കുളിർമ കൊള്ളിക്കുന്ന രൂപത്തിലുള്ള ചില വർക്കുകൾ നമുക്ക് ഭയങ്കരമായി ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ വർക്കുകളൊന്നും ഇല്ലാത്തൊരു ഖുർആൻ നമ്മുടെ ഇമാജിനിലൊന്ന് കൊണ്ടുവന്ന് നോക്കി. ഇങ്ങനൊരു ഡെക്കറേഷൻ അല്ലാത്ത പേപ്പറിലാണ് ആയത്തുകൾ എഴുതിയിരുന്നെങ്കിലോ നമുക്ക് ഒരിക്കലും ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. വായിക്കാൻ കഴിയായിരിക്കാം, പക്ഷെ ഈ ഒരു സൗന്ദര്യം. അപ്പം ഞാൻ പറയുന്നത് പിന്നെ ഹദീസിൽ പറഞ്ഞ ഇന്നല്ലാഹ ജമീലുൻ വയുഹിബ്ബുൽ ജമാൽ, അള്ളാഹു സൗന്ദര്യവാനാണ്, ഹി ലവ്സ് ബ്യൂട്ടി എന്ന് പറയാം. അദ്ദേഹം പിന്നെ പടച്ചവൻ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഇസ്ലാം എപ്പോഴും ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള, ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു എലമെന്റിനെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഏത് രീതിയിലായാലും നമ്മുടെ ലൈഫിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയും. പിന്നെ ആർക്കിടെക്ചറിൽ ഈ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 കാര്യങ്ങളാണുള്ളത്. ഏത് മോണമെന്റ്സിൽ പോയി കഴിഞ്ഞാലും ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്കവിടെ കാണാൻ കഴിയും. ഒന്ന് റിലീഫ് ആവാം, ഒന്ന് എൻഗ്രേവ്ഡ് ആവാം, ഒന്ന് പോളിഷ് ആവാം. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ അതിനൊക്കെ വിലയിരുത്തേണ്ടത്. ഇത് ഏതാണ്? പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ പോയി കാണുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, പക്ഷെ നമുക്കിത് എന്താണെന്ന് അറിയുന്നില്ല. ഇത് ഏത് സ്റ്റൈലാണ് എഴുതിയിരിക്കുന്നത്? നെസ്ഖ് സ്റ്റൈലാണോ, സുലുസ് സ്റ്റൈലാണോ, കുഫിക് സ്റ്റൈലാണോ? ഏറ്റവും കൂടുതൽ ദില്ലിയിൽ കാണുന്നത് 2 സ്റ്റൈലുകളാണ്. ഒന്ന് നെസ്ഖ്, അതുപോലെ തന്നെ കൂഫിക് സ്റ്റൈലാണ്. പിന്നെ പേർഷ്യൻ സ്റ്റൈലിലും പലപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. മാർബിളിലാണ് പേർഷ്യൻ സ്റ്റൈൽ അധികം കാണാൻ സാധിക്കുക. കാരണം മാർബിൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡൽഹി സുൽത്താൻമാർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് നെസ്ഖും സുലുസും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് പേർഷ്യനാണ്. അതിൽ തന്നെ നമ്മൾ നെസ്താലീക്ക് എന്ന് പറയും. തായ്ലീക്ക് എന്ന് പറഞ്ഞാൽ തൂക്കിയിടുക എന്നാണ്, ഹാങ്ങിങ് സ്റ്റൈൽ എന്നാണ് പറയുക അവരുടെ ഭാഷ, അല്ലെങ്കിൽ അറബിയിൽ. അതിൽ തന്നെ മറ്റൊരു വിഭാഗമാണ് നെസ്താലീക്ക്. അതായത് നെസ്ഹും തായ്ലീക്കും ചേർന്ന് പേർഷ്യക്കാരുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ പേർഷ്യൻ കാലിഗ്രാഫിയിൽ ഉണ്ടായിട്ടുള്ള ഒരു എഴുത്ത് ശൈലിയാണ് നെസ്താലീക്ക്. അപ്പോൾ അത് പിന്നെ വളരെ ബ്യൂട്ടിഫുൾ. അതിനെക്കുറിച്ച് പറയുന്നത് പിന്നെ അറബി കാലിഗ്രാഫിയിലെ മണവാട്ടി എന്നാണ്, നെസ്താലീക്ക്. അതിനെ വിളിക്കുന്നത് അങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ അത്ര ബ്യൂട്ടിയാണ് അത് എഴുതുമ്പോൾ. അപ്പം ഇങ്ങനെ ഒരുപാട് ഓരോ ഹത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്.
പക്ഷെ ആ പ്രത്യേകതകൾ മോണമെന്റ്സിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ആ ബ്യൂട്ടി നമുക്ക് പേപ്പറിലുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യണമെന്നില്ല. എനിക്ക് ഈ ഡൽഹിയിലെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പോകുമ്പോൾ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു സാധനം ഭയങ്കര ഒരു എന്തോ ഒരു ഇമാനിക് എനർജി എന്തോ അവിടെ, അതായത് ഇപ്പൊ അവിടെ കുറെ ഖുറാൻ കൊത്തി വെച്ചിട്ടുണ്ടാവും, പിന്നെ അവിടുത്തെ ഗാർഡൻസ്, എനിക്ക് ഈ മോണുമെന്റ്സിന്റെ ഒക്കെ ഒപ്പം തന്നെ അതിന്റെ ഒരു പരിസരം ഭയങ്കര രസത്തിലായിരിക്കുമല്ലോ അത് ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ നേരത്തെ നമ്മളിങ്ങനെ സംസാരിച്ച പറഞ്ഞു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ദ കൺസെപ്റ്റ് ഓഫ് പാരഡൈസ് ഗാർഡൻ എന്ന് പറയുന്നത് സ്വർഗീയ ആരാമങ്ങൾ, അതാണല്ലോ ഖുറാൻ പറഞ്ഞിരിക്കുന്ന. ആ പിന്നെ നീർച്ചാലുകളിലൂടെ അരുവികൾ ഒഴുകുന്നതിനെ കുറിച്ചിട്ട് ഖുറാൻ പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്തരം മോണമെന്റ്സിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിനെ ചാർബാഗ് എന്ന് പറഞ്ഞിട്ടാണ് അവർ പേർഷ്യൻ സ്റ്റൈലിൽ പറയാം. ചാർബാഗ് എന്ന് പറഞ്ഞാൽ ഈ ടോംബിൻ്റെയും അതുപോലെ തന്നെ പള്ളിയുടെയൊക്കെ ചുറ്റുപാടും ഈ സ്ക്വയർ രൂപത്തിലുള്ള ഉദ്യാനങ്ങൾ അവർ രൂപപ്പെടുത്തും. ഓക്കെ. ആ ഉദ്യാനങ്ങളിൽ ഇത്തരം നീർച്ചാലുകൾ ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ ഫൗണ്ടനുകൾ ഉണ്ടാക്കിയിട്ട് വെള്ളം തിരിച്ചുവിടുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം അവർ ചെയ്യും. അപ്പോൾ അതിനൊക്കെ ഇവർക്ക് ഈ കോൺസെപ്റ്റ് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഖുർആൻ അതിനൊരു ബേസ് ആയിട്ടുണ്ട്. കാരണം അത് വെച്ചുകൊണ്ടാണ് ഇവർ ഇത് ഇത്തരം മോണമെന്റ്സുകൾ, ഇത്തരം ഹോർട്ടിക്കൾച്ചർ, ഉദ്യാന പിന്നെ പഠനം, അല്ലെങ്കിൽ എന്താ പറയുക, പിന്നെ പൂന്തോട്ട നിർമ്മാണം, ഇതിനെക്കുറിച്ചിട്ടൊക്കെ പഠനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ ഉദ്യാനങ്ങളെ സംവിധാനിക്കേണ്ടതെന്ന് ശരിക്കും ഈ പേർഷ്യൻ കൾച്ചർ നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ്. അതിൽ നിന്ന് നമ്മൾ ദില്ലിയിൽ ഏത് മോണമെന്റ്സിൽ പോയാലും എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ഒരു മിനിയേച്ചർ ആയിട്ടുള്ള ഒരു ഉദ്യാന മാതൃകയെങ്കിലും നമുക്ക് കാണാൻ കഴിയും, അല്ലേ? ഇപ്പോൾ ഹാഫിസിന് തന്നെ അറിയാം, ഏത് സ്ഥലത്ത് നമ്മൾ പോയി, പ്രത്യേകിച്ച് ഹുമയൂൺ ടോംബിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന്റെ വലിയൊരു ഇത് തന്നെ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ഉദ്യാന മാതൃക കുറെ മുഗൾ ഗാർഡൻ തന്നെ പേരിൽ തന്നെയാണ് പിന്നെ എന്തുള്ളത്, നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിന് തൊട്ടടുത്ത് മുഗൾ ഗാർഡൻ ഉണ്ട്. അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ സെയിം ഇത് കാണാൻ കഴിയും. അവിടെ ഞാനവിടെ വിസിറ്റ് ചെയ്തിരുന്നു. അത് പബ്ലിക്കിന് തുറന്നു കൊടുക്കും വർഷത്തിലൊരിക്കൽ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഇത്തരം പല പല വേർഷനിലുള്ള പൂക്കൾ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പൂക്കൾ. പക്ഷെ അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്ന രൂപത്തിലുള്ള ചെറിയ നീർച്ചാലുകളൊക്കെ ഇട്ടിട്ട്, അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങളും പിന്നെ ഹോർട്ടിക്കൾച്ചറിൽ നമ്മൾ പോകുമ്പോൾ ഓരോ പിന്നെ ചെടികൾ എവിടെ നിന്ന് കൊണ്ടുവന്നു, ഡൽഹിയിലേക്ക് എങ്ങനെ ഈ ചെടികൾ വന്നു, അതൊരു വലിയൊരു കാര്യമാണ്. ഇതെല്ലാം കൊണ്ടുവന്നത് മധ്യേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന കുറേ ചെടികളുണ്ട്, മരങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ നമുക്ക് ഇന്ത്യയുടെ മറ്റു സ്ഥലങ്ങളിൽ കാണാൻ കഴിയില്ല. അത് ചിലപ്പോൾ ദില്ലിയിലേ കാണാൻ കഴിയുള്ളൂ. ഈ ദില്ലി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ദില്ലി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആ ദില്ലി എന്നാണ് പലപ്പോഴും ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഒന്നുമില്ല, അത് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, അതിന് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഡൽഹിയാണ്, ദില്ലിയാണ്, ദഹിലിയാണ്. അതുകൊണ്ടാണ് ഷാ വലിയുള്ള ദഹിലവി എന്നൊക്കെ നമ്മൾ പറയാം. പല പണ്ഡിതന്മാരുടെ പേരിനൊപ്പം പേര് പറയുമ്പോൾ ദഹിലവി എന്ന് ചേർത്തിട്ടായിരിക്കും പറയാം. അപ്പോൾ അത് പിന്നെ ഇതാണ് ശരി, ഇതാണ് തെറ്റെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ കാലഘട്ടത്തിലും ആ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ആ സമയത്തുള്ള കവികളോ അതിനെ വിളിച്ചിരുന്നതോ അല്ലെങ്കിൽ അവരതിനെ വിളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നതോ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലായിട്ട് ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. നമ്മളിങ്ങനെ ഒരു ആർട്ടിനെ കുറിച്ച്, ഡൽഹിയിലെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഗസ്റ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അപ്പോൾ കുറേ ചോദ്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നിരുന്നു. അപ്പം അതിൽ എനിക്കിങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങളോട് ചോദിക്കണം തോന്നിയൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ബസ്സിൽ മുമ്പിൽ ചിലപ്പോൾ ഒരു മതേതരത്വം കാണിക്കാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തു ഉണ്ടാവും, ഒരു കൃഷ്ണൻ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവുക ഒരു ചന്ദ്രക്കോലയും ഒരു സ്റ്റാറും ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇസ്ലാമിന്റെ മൊത്തം അടയാളങ്ങളായിട്ട് ഇങ്ങനെ ഷിയാറകളായിട്ട് നോക്കുമ്പോൾ ഡോമുകൾ ഉണ്ടാവും, മിനാരറ്റുകൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഇസ്ലാമിന്റെ ഒരു പാർട്ടായി മാറിയത്? അങ്ങനെ കാലങ്ങളായിട്ട് പ്രോസസ്സാണോ അതോ എന്തോ അതിന് പിന്നിൽ എന്തോ സ്റ്റോറി ഉണ്ടോ? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ലോകത്ത് മിനാരങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദൂരെ നിന്ന് വരുന്ന കാരവൻസ്, യാത്രാ സംഘങ്ങൾക്ക് പിന്നെ ഇതൊരു പള്ളിയുടെ ആ ഒരു ജുമാ പള്ളിയാണോ അല്ലെങ്കിൽ ഒരു സാധാരണ പള്ളിയാണോ എന്നൊക്കെ മനസ്സിലാക്കുന്ന തരത്തിലേക്ക് അതിനൊരു ഐക്കണായിട്ട് തന്നെ കാണുന്ന രീതിയാണ് ആദ്യമായിട്ടുള്ളത്. പിന്നെ ഒന്നുള്ളത് ദൂരന്ന് കാണാൻ വേണ്ടിയിട്ടാണ് മിനാരം. മാത്രമല്ല ആ പള്ളി കാണുമ്പോൾ ആ പള്ളിയുടെ മിനാരത്തിന്റെ വലിപ്പവും അതിന്റെ ആകൃതിയും അതിന്റെ ഒരു
ഭംഗിയൊക്കെ കാണുമ്പോൾ തന്നെ ആ നാടിനെ കുറിച്ചും ഈ വരുന്ന യാത്രാ സംഘങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാവും. ഓ, ആ നാട് കുറച്ച് ബെറ്റർ ആണ്, അല്ലെങ്കിൽ ഡെവലപ്ഡ് ആണ്, അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് അവരുള്ളതെന്ന് വരെ നമുക്ക് ആ പള്ളി കാണുമ്പോൾ മനസ്സിലാവും. ഒരു പ്രൈഡിന്റെ കൂടി ഭാഗമാണത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോ കാലഘട്ടത്തിലും ഭരിക്കുന്ന സുൽത്താക്കന്മാരുണ്ടാവും. അവരുടെ ഹെഡ് ഗിയർ ഉണ്ടാവും, അവരുടെ തലയിൽ വെക്കുന്ന തലപ്പാവ്. ആ തലപ്പാവിന് മുകളിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഐക്കൺ ഉണ്ടാവും. ആ ഐക്കണും മിനാരങ്ങളുടെ ഐക്കണും തമ്മിൽ സിമിലർ ആയിരിക്കും. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ അടുത്ത് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആയിരുന്നു അത്. അത് പലപ്പോഴും പിന്നെ നമ്മൾ തുർക്കി, ഇറാൻ അങ്ങനെയുള്ള ആ ഒരു സമയങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടങ്ങളിലുള്ള പിന്നെ രാജാക്കന്മാരുടെ കാലഘട്ടം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അത് എന്താ പറയുക, ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അല്ലെങ്കിൽ കൂടിയും അവരുടെ എല്ലാം ബയോഗ്രഫിയിലൊക്കെ അത് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഇന്ന ആളുടെ കാലഘട്ടത്തിൽ ഈ മിനാരത്തിന് ഇന്ന ഷേപ്പായിരുന്നു. ചിലപ്പോൾ ഒരു 2 വർഷം കഴിയുമ്പോൾ അടുത്ത ആൾ വരും, അടുത്ത പിന്നെ ഭരണാധികാരി വരുമ്പോൾ അത് മാറ്റും. അപ്പം ഇങ്ങനെ മിനാരങ്ങൾക്ക് വരെ മാറ്റങ്ങൾ വരാം. പിന്നെ ഡോമാണ്. ഈ ഡോം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്കൈ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഇസ്ലാം ആർക്കിടെക്ചറിൽ. അപ്പോൾ ഡോമിന്റെ താഴെ എപ്പോഴും കാലിഗ്രാഫി കൊണ്ട് അലങ്കാരങ്ങൾ ചെയ്തിരിക്കും. എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ അടിയിൽ നോക്കുമ്പോൾ മുകളിൽ നമ്മൾ പിന്നെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ ആ ഡോമിൽ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ സ്വർഗത്തെ കുറിച്ചിട്ടുള്ള ആയത്തുകളാണ് സാധാരണ പള്ളികളിൽ ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഒരാൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ സ്വർഗത്തിന്റെ ഒരു അനുഭൂതി ഒരാൾക്ക് കിട്ടുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വൈബ് പള്ളിയിൽ ഉണ്ടാവുന്നത് പള്ളിയുടെ ഉള്ളിലുള്ള ഇത്തരം അലങ്കാരങ്ങൾ കൊണ്ടുകൂടിയാണ്. അല്ലാതെയുള്ള പള്ളി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പിന്നെ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അലങ്കാരങ്ങൾ ഉണ്ടാവണം, ഈ അർത്ഥത്തിലുള്ള ഖുറാനികമായിട്ടുള്ള ബേസിലുള്ള ആയത്തുകൾ വെച്ചുകൊണ്ട് നമുക്ക് പള്ളി അലങ്കരിക്കാം. അവിടെയാണ് കാലിഗ്രാഫിയുടെ ഒക്കെ പ്രാധാന്യം കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിക് ആർട്ടിലും ഇസ്ലാമിക് ആർക്കിടെക്ചറിലും പിന്നെ പള്ളികൾ അലങ്കരിക്കുന്നിടത്ത് കാലിഗ്രാഫിയെ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ പിന്നെ ദില്ലിയിലേക്ക് വരുമ്പോൾ ദില്ലിയിൽ നമുക്ക് മോണമെന്റ്സിൽ കാണാൻ കഴിയും. അങ്ങനെ ദില്ലിയിൽ നമ്മൾ ഓരോ മോണമെന്റ്സ് എടുക്കുമ്പോഴും ആ മോണമെന്റ്സിലൊക്കെയും പള്ളികളുണ്ട്. ഇപ്പോ ഈ കുതുബ് മിനാർ എന്ന് പറയുന്ന ഒരു പള്ളിയുടെ മിനാരം ഒരു മിനാരം മാത്രമാണത്. ആ പള്ളിയുടെ പേരെന്തെന്ന്? ഖുവത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞ പള്ളിയാണ്. ആ പള്ളിയിലും അതുപോലെ തന്നെ പിന്നെ സീരി ഫോർട്ട് ഉണ്ട്, പിന്നെ അലാവുദ്ദീൻ ഖിൽജിയുടെ നഗരം, അവിടെയും പള്ളികളുണ്ട്. അതൊന്നും ഇപ്പൊ പള്ളികളില്ല, അവിടെയൊക്കെ തകർക്കപ്പെട്ടു പോയി. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ജഹാൻ പന എന്ന് പറയുന്ന സിറ്റി, ഒരുപാട് പള്ളികൾ. ഈ പള്ളികളിലെല്ലാം തന്നെ കാലിഗ്രാഫി വർക്കുകൾ കാണാൻ കഴിയും. പക്ഷെ ഇന്ന് പല കാലിഗ്രാഫി വർക്കുകളും എപ്പിഗ്രാഫുകളായതുകൊണ്ട് തന്നെ പലതും പൊട്ടിപ്പോയിട്ടുണ്ട്, പലതും നമുക്ക് പൂർണ്ണമായിട്ട് വായിക്കാൻ കഴിയില്ല, ചിലതെല്ലാം അടർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്കതൊക്കെ ആർക്കീവ് ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് മാറിയാണ് അതൊക്കെ. ഇനിയും നമുക്കത് ആർക്കീവ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വലിയൊരു സ്വത്ത് നമ്മുടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇസ്ലാമിക് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വലായിട്ട് പടച്ചവനുമായിട്ടുള്ള ഒരു പിന്നെ കണക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഈ ഡോമിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്നത് ഒരു പിന്നെ സ്വർഗത്തിന്റെ പ്രതീതി, സ്വർഗത്തിന്റെ ഒരു വൈബ് നമുക്ക് കിട്ടുന്നത് ഇത്തരം ആ ഡോമിൽ വരച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വരച്ചു വെച്ചിട്ടുള്ള ആ മനോഹരമായിട്ടുള്ള കാലിഗ്രാഫികൾ കണ്ടുകൊണ്ടാണ്. അത് കണ്ടുകൊണ്ട് ഒരാൾക്ക് തോന്നണം, അതിലേക്ക് നമ്മൾ മാനസികമായി അതിലേക്ക് നമ്മൾ പരിവർത്തനമാവണം, കണ്ണു തുറന്ന് നോക്കണം. അപ്പൊ ഇതിൽ നേരത്തെ നിങ്ങള് കാരവൻസെറൈനെ കുറിച്ച് പറഞ്ഞല്ലോ. നമ്മൾ സുന്ദർ നഴ്സറി പോയപ്പോ അവിടെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സെറായിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. ലൈക്ക് എങ്ങനെയായിരുന്നു ഈ സെറായികളൊക്കെ വർക്ക് ചെയ്തിരുന്നത്? കാരവൻ സെറായി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദില്ലിയെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ അവരുടെ എന്താ പറയുക കൾച്ചറിന്റെ ഭാഗമായിരുന്നു. കൾച്ചറിന്റെ ഭാഗം എന്ന് ഞാൻ പറയാൻ കാരണം പല പല പ്രദേശങ്ങളിൽ നിന്നും വന്നുകൂടുന്ന കുറേ ആളുകൾ പരസ്പരം ഒന്നിച്ചിരിക്കുന്നു. അവിടെ അവരുടെ പിന്നെ ഭക്ഷണം പങ്കുവെക്കുന്നു, അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. അപ്പോൾ പരസ്പരം കൾച്ചർ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു നേരത്തെ ദില്ലി എന്ന് പറയുന്നത് പിന്നെ തിബ്രീസി പട്ടണമായിട്ടും ഹെറാത്ത് പട്ടണമായിട്ടും അതുപോലെ തന്നെ
തുർക്കിയിൽ ഇസ്താംബൂളൊക്കെ ആയിട്ടൊക്കെ നിരന്തരം വാണിജ്യബന്ധം പുലർത്തിയിരുന്ന നഗരമാണ് ദില്ലി. അപ്പോൾ ആ പ്രദേശം സ്വാഭാവികമായിട്ടും അത്തരം ആളുകൾ വീണ്ടും കരവൻ സറായിലൂടെ പിന്നെ കാരവനായിട്ട് ഇത്തരം സറായികൾ, ഇത്തരം പിന്നെ സത്രങ്ങൾ അല്ലെങ്കിൽ ആളുകൾ ഒത്തുകൂടുന്ന ഇടങ്ങൾ വന്നു ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചരക്ക് മാത്രമല്ല, പിന്നെ എന്താണ്, ഭാഷ കൈമാറ്റം ചെയ്യപ്പെടും, അതുപോലെ തന്നെ ഫുഡ് കൈമാറ്റം ചെയ്യപ്പെടും, അതുപോലെ തന്നെ അവരുടെ മറ്റു കലാവിഷ്കാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടും. കാരണം എന്താ വെച്ചാൽ അവർ കൊണ്ടുവരുന്ന അതിൽ ചിലപ്പോൾ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും, മറ്റു കലാകാരന്മാർ, മ്യൂസീഷ്യൻസ് ഉണ്ടാവും, മറ്റു കലാകാരന്മാരുണ്ടാവും. ഇവർ ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഇവർക്ക് തോന്നുകയാണ് ഇവിടെ നമുക്ക് കുറെ കൂടി പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ പിന്നെ അവർ ആ നാട്ടിൽ നിന്ന് പോകില്ല, അവരവിടെ തന്നെ തമ്പടിക്കും, അവിടെ തന്നെ ചിലപ്പോൾ മരണപ്പെടാം. ചിലപ്പോൾ അവർക്ക് തോന്നുകയാണ് ഈ ഒരു പ്രദേശം ഞങ്ങളുടെ കലാവിഷ്കാരത്തിന് പറ്റുന്നതല്ല, അപ്പോൾ അവർ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങും. അപ്പം ഇങ്ങനെ ഈ ഒരു കാരവൻസ് എവിടേക്കാണോ തമ്പടിക്കുന്നത് അവിടെയൊക്കെയും ഇത്തരം സറായികൾ ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്തും ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ കാലത്തും മുഗളന്മാരുടെ കാലഘട്ടത്തിലേക്ക് പോയാലും ഒരുപാട് സെറായികൾ നമുക്ക് കാണാൻ കഴിയും. സെറായി എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് ഹൗസ് എന്നാണ് അതിന്റെ ഒരു ചുരുക്കപ്പേര്, ഗസ്റ്റ് ഹൗസ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസ് അല്ല, അങ്ങനെ അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഇസ്ലാമിക ലോകത്ത് കാരവൻ സെറായി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു കൾച്ചറൽ സെന്ററാണത്. അവിടെ എല്ലാ തരം വിഭവങ്ങളും പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്ന, ആളുകൾ ഒത്തുകൂടുന്ന, സൊറ പറഞ്ഞിരിക്കുന്ന, ആശയങ്ങൾ കൈമാറുന്ന, എല്ലാ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന ഒരിടം. അപ്പം അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മൾ പള്ളിയെ എങ്ങനെയാണോ നമ്മൾ സെൻട്രലായിട്ട് കാണുന്നത്, കാരവൻ സെറായികളും ആ ഒരു ദൗത്യം ഒരു കാലത്ത് നിർവഹിച്ചിട്ടുണ്ട് ഡൽഹിയിൽ. അതുകൊണ്ടായിരിക്കും മേ ബി എനിക്കിങ്ങനെ ഫീൽ ചെയ്തത്. അതായത് ഡൽഹിയുടെ ഒരു കൾച്ചറും ഹിസ്റ്ററിയൊക്കെ ഇങ്ങനെ പഠിച്ചു നോക്കില്ല, ഭയങ്കര മൾട്ടി കൾച്ചറാണ്, ഒരുപാട് എന്താ ഡൈമെൻഷനുള്ളൊരു കൾച്ചറായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും. ഇനിയിപ്പോൾ ഇസ്ലാം ഡൽഹിയിലേക്ക് വന്നതാണെങ്കിൽ പോലും ഇപ്പോൾ കേരളത്തിലേക്ക് ഇസ്ലാം വരുന്നത് നമ്മൾ കുറച്ചും കൂടി ഓഷ്യാനോഗ്രഫിയുമായി ബന്ധപ്പെട്ട പഠനങ്ങളാണ്, കടലിലൂടെ വരുന്നത്. പക്ഷേ മറിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി ഡൽഹി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് സൂഫികള് എത്രത്തോളം സൂഫികളുടെ പ്രാധാന്യം. സൂഫികള് ഈ പറഞ്ഞ പോലെ സൂഫികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മെഹ്റോളിയും തുടങ്ങണം. കാരണം അവിടെയാണ് ഖാജ പിന്നെ ബക്തിയാർ കാക്കി എന്ന് പറയുന്ന പിന്നെ സൂഫി വര്യൻ, അവിടെ നിന്നിട്ടാണ് പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ അതിനുശേഷം അതായത് ആ ഭാഗം ഭരിച്ചിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ ഈ സൂഫി ചിന്താധാരയോട് ചേർന്ന് നിന്നവരാണ്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭരണാധികാരികൾക്ക് ഒരു പ്രത്യേകമായ ഒരു ബന്ധം സൂഫി വര്യന്മാരായിട്ട് എപ്പോഴും ഉണ്ടാവും. എന്തെങ്കിലും ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവർ ഒരു ഫത്വ ചോദിക്കുക, ഇത് നന്നാവോ ഇല്ലേ, ഇതെങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിക്കുന്ന ഇത്തരം സൂഫി വര്യന്മാരോടായിരിക്കും. അപ്പോൾ ഡൽഹിയിൽ സുഹ്റവർദി, ചിഷ്തി, അങ്ങനെയുള്ള കുറേ സിൽസിലകൾ, സൂഫി ചങ്ങലകൾ, അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന ആളുകൾ എന്ത് വന്നിട്ടുണ്ട്, സൂഫികളായിട്ട് വരികയും അവിടെ തന്നെ മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂഫിസത്തിലൂടെ കാലിഗ്രാഫി, നേരത്തെ നമ്മൾ സംസാരിച്ച കാലിഗ്രാഫിക്ക് പോലും ഒരു സൂഫിസം ടച്ച് ഉണ്ട്, ഒരു ചെയിൻ ഉണ്ട്. സൂഫിസം കാലിഗ്രാഫി സൂഫിസത്തിലൂടെ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ കവിതകൾ, ഗസലുകൾ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സൂഫിസത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ അതിനു മുമ്പ് എനിക്ക് ഈ സൂഫിസം എങ്ങനെയാണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി ഒക്കെ ഡെവലപ്പ് ചെയ്തതിനുള്ള കുറച്ചുകൂടി ആഴത്തിൽ ഇങ്ങനെ ഈ ബക്തിയാർ കാക്കിന്റെ കഥ പറഞ്ഞു, നിസാമുദ്ദീൻ ഔലിയ വരുന്നുണ്ട്. പക്ഷെ നിസാമുദ്ദീൻ ഔലിയ ദില്ലി കേന്ദ്രീകരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന മറ്റൊരാളാണ് നാസറുദ്ദീൻ ചെറാഗെ ദില്ലി. നാസറുദ്ദീൻ മഹ്മൂദ് എന്ന് പറയാം, അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുത്ത പേരാണ് ചെറാഗെ ദില്ലി. ആ ചെറാഗെ ദില്ലി എന്ന് പറഞ്ഞാൽ കത്തിച്ചു വെച്ച് വിളക്കുന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഈ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെയൊക്കെ പിന്നെ പ്രധാനപ്പെട്ട ഒരു ജീവിത ഉദ്ദേശം തന്നെ ഇസ്ലാമിന്റെ ഒരു പ്രബോധനമായിരുന്നു. അതിനുവേണ്ടി ദില്ലി ആയിരുന്നു പ്രധാനപ്പെട്ട കേന്ദ്രം. ദില്ലിയിൽ നിന്ന് അവരെന്ത് ചെയ്തു, ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലേക്ക് അവർ കുടിയേറുകയും ചില ആളുകൾ ഇപ്പോൾ അജ്മീറിലേക്ക് പോയി, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോയി, അവിടെയൊക്കെയും അവരുടേതായ രൂപത്തിലുള്ള ദീനി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ചില ആളുകൾ പിന്നീട് ദില്ലിയിലേക്ക് തിരിച്ചു വന്നില്ല, അവർ എവിടെയാണ് എത്തിപ്പെട്ടത് അവിടെ തന്നെ അവർ മരണപ്പെടുകയും അവരുടെ മക്ബറ അവിടെ തന്നെ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നു ഈ അടുത്ത് ഒരു 22ഓളം സൂഫികൾ മരണപ്പെട്ട ഒരു ഭാഗം ദില്ലിയിലുണ്ട്. അത് ഈ അടുത്താണ് എനിക്ക് വായിക്കാൻ കഴിഞ്ഞത്. പിന്നെ പ്രത്യേകമായിട്ട് അത്രയും ആളുകളുടെ പേരുകൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. 22ഓളം സൂഫി വര്യന്മാരുടെ പിന്നെ മക്ബറകൾ ഉള്ള ഒരു സ്ഥലം ഡൽഹിയിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഭരണതലത്തിൽ പോലും സൂഫികൾക്ക് പ്രത്യേകമായ പരിഗണന ഭരണാധികാരികൾ കൊടുത്തിരുന്നു. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. കേവലം ഒരു സ്പിരിച്വൽ ലീഡർ എന്നതിനപ്പുറം അവർക്കൊക്കെ ഒരു പ്രത്യേക സ്ഥാനം എപ്പോഴും ഉണ്ടായിരുന്നു. അതിനു വേണ്ടി തന്നെ ഖാനഗാഹുകൾ എന്നാണ് പറയാ. ഈ സൂഫികൾ താമസിക്കുന്ന ഖാനഗാഹ് എന്ന് നമ്മൾ അതിന് രീതിയിൽ പറയാം. ഖാൻഗാഹുകള് ഇംഗ്ലീഷിൽ മാത്രം നമ്മൾ ഈ വായനയിൽ മാത്രം ശരിക്കും പറഞ്ഞാൽ പ്രൊണൗൺസിയേഷൻ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ ഖാനഗാഹ് എന്നോ ഖാൻഗാഹ് എന്നൊക്കെ പറയാം. അപ്പോൾ അത് അതിനെ നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത് അത് ശരിക്കും പറഞ്ഞാലൊരു ഇവരുടെ ഒരു സൂഫി കേന്ദ്രങ്ങളായിരുന്നു. സൂഫിസത്തെ പഠിക്കുന്ന അല്ലെങ്കിൽ ഇവരുടേതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അതിനൊക്കെ ഗവൺമെന്റ് പ്രത്യേക സംവിധാനങ്ങൾ കൊടുത്തിരുന്നു ആ സമയത്ത്. ഓരോ ഭരണാധികാരികളും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ കാലത്ത് പിന്നെ നാസറുദ്ദീൻ മഹ്മൂദ് എന്ന് പറയുന്ന നമ്മൾ നേരത്തെ സംസാരിച്ച ആ സൂഫി, അദ്ദേഹത്തിന്റെ പേര് ചിറാഗെ ദില്ലി, അദ്ദേഹത്തിന് ആ പേര് വരുന്നത് പോലും ഗിയാസുദ്ദീൻ തുഗ്ലക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ പിന്നെ കോട്ടക്കകത്ത് പിന്നെ ഈ സൂഫി ദർഗക്ക് വേണ്ടിയിട്ട് കുളം കുത്തുന്ന സമയത്ത് വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ വെള്ളം കിട്ടാതെ ഡൽഹിയുടെ ചരിത്രത്തിൽ എപ്പോഴും ഒരു വെള്ളം ഒരു പ്രശ്നമാണ് ഡൽഹിയില്. അതായത് ദില്ലിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക്, ദില്ലിയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ പിന്നെ ഒരുപാട് എല്ലാ രാജാക്കന്മാരും ദില്ലി ഭരിച്ച മുഴുവൻ ഭരണാധികാരികളും ചെയ്തിട്ടുണ്ട്. ചിലതെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്, ചിലതെല്ലാം വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹൗസ് ഖാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹൗസ് ഖാസ് ഇപ്പൊ നമ്മൾ പറയുന്ന ഹോസ് ഖാസ് എന്ന് പറയുന്ന പ്രദേശം, ഹോസ് ഷംസി എന്ന് പറഞ്ഞിട്ട് കാണാൻ കഴിയുന്ന വേറൊരു പിന്നെ കുളം. ഹോസ് ഖാസ് എന്ന് പറയുമ്പോൾ പ്രത്യേകമായി സംവിധാനിച്ച കുളം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഹൗല് ഖാസ്. അതിന് കുറച്ചുകൂടി ഇംഗ്ലീഷിലേക്ക് കൊണ്ടുപോ ഹോസ് ഖാസ് എന്നാക്കിയതാണ്. അപ്പൊ ഇങ്ങനെ പിന്നെ അതൊക്കെ പേരുകളായി മാറി പിന്നീട്. ആ ഹോസ് ഖാസ് എന്ന് പറയുന്നത് വലിയ ടാങ്ക് എന്നാണ്. അത് കൃത്യമായി ഞാൻ അവിടെ പോയിരുന്നു ഇപ്പൊ അടുത്ത്. അപ്പൊ അത് ഒരു തടാകം പോലെ. ഇപ്പൊ തടാകമാണെങ്കിലും അതിന് കൃത്യമായ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അതെല്ലാം പിന്നീട് പിൽക്കാലത്ത് പോവുകയും അതങ്ങനെ ഇപ്പൊ ഒരു തടാകം പോലെ ഫീൽ ചെയ്യുന്നത്. അപ്പം ഇത്തരം ഹൗലുകള് പിന്നെ ഒരു ഭാഗത്തല്ല ഉണ്ടായിട്ടുള്ളത്, വ്യത്യസ്ത ഭാഗങ്ങൾ. അതുകൊണ്ടാണ് അവരുടെ പാഠ്യപദ്ധതിയിൽ പോലും പിന്നെ എങ്ങനെയാണ് കൃഷി സ്ഥലങ്ങൾക്ക് യോഗ്യമായ വെള്ളം എവിടെ നിന്ന് ലഭിക്കും, അല്ലെങ്കിൽ വെള്ളം ലഭിക്കുന്ന മാർഗങ്ങളെ കുറിച്ചിട്ട് പോലും പഠനങ്ങൾ പിന്നെ അവരുടെ പഠനങ്ങളിൽ ഉണ്ടായിരുന്നു. മദ്രസ പഠനങ്ങളിൽ പോലും എന്താണ് കൃഷിക്ക് അനുയോജ്യമായ പിന്നെ ശാസ്ത്ര രീതികളെ കുറിച്ചിട്ട് മദ്രസയിൽ പഠിപ്പിച്ചിരുന്നു. നമുക്ക് പറയാം സംസാരിക്കുമ്പോൾ. ഇതില് ഈ വെള്ളത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ഹൗലുകളെ കൂടെ തന്നെ ഉള്ളതാണ് ഈ ബാവോലികൾ എന്ന് പറയുന്നത് കുളങ്ങളാണ്. എന്താ പറയാ, ഇങ്ങനെ കൽപ്പടവുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പിന്നെ കുളങ്ങളാണ്. അപ്പൊ അത് ആ കാലഘട്ടത്തിന് മുമ്പ്, അതായത് മുസ്ലിങ്ങൾ വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. പിന്നീട് മുസ്ലിങ്ങൾ വന്നപ്പോൾ കുറെ കൂടി അത് സ്പ്രെഡ് ചെയ്തു പല ഭാഗങ്ങളിലും. ഇപ്പൊ നമ്മള് മെഹ്റോളി പോയ സമയത്ത് അവിടെ നമ്മളിങ്ങനെ ഹെറിറ്റേജ് വാക്കിൽ നടന്നുകൊണ്ടിരിക്കണം. അപ്പോ ബഖ്തിയാർ കാക്കി ദർഗന്റെ അടുത്തായിട്ട് ഒരു ബാവോലി ഉണ്ട്. അപ്പൊ ആ ബാവോലിന്റെ പേര് ഗന്ദഗി കി ബാവോലി എന്നാണ്. ഒരു എന്താ പറയാ, ഗന്ദഗി എന്ന് പറഞ്ഞാല് മോശമായ ഒരു മണം, വൃത്തികെട്ട മണം എന്നാണ് പറയാ. അപ്പൊ അതിന് പറയുന്നത് അതിലുള്ള രാസവസ്തുക്കളെല്ലാം കണ്ടന്റ് കൂടിയത് കൊണ്ടാണ് ആ പേര് വന്നതെന്നൊക്കെയാണ്. ചില മിത്തുകളും സ്റ്റോറികളൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്. ഒരു പേര് വരുന്നതിന് എല്ലാം നമ്മൾ വിചാരിച്ച പോലെ ഒരു കൃത്യമായ ബേസിലാവണമെന്നില്ല. അത് പലതും നേരത്തെ നമ്മൾ പിന്നെ ഡൽഹിയെ കുറിച്ച് പറയുമ്പോൾ സാധാരണ പറയുന്നത് പലതും മിത്തുകളാണ്, പലതും സ്റ്റോറികളാണ്. പക്ഷെ ഇതൊന്നും പറയാതെ നമുക്ക് ഡൽഹിയെ കുറിച്ച് സംസാരിക്കാനും കഴിയില്ല. അതാണ് അതിൻ്റെ മറ്റൊരു വശം. അപ്പോൾ പിന്നെ കുളങ്ങൾ, പിന്നെ ഹൗസ് ഖാസ് വന്നു. അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ മോണമെന്റ്സിന് ഉള്ളിലും പ്രത്യേക കുളങ്ങളുണ്ട്. ഇപ്പോൾ തുഗ്ലക്കാബാദിലാണ് ഞാൻ കൂടുതൽ നിന്ന സ്ഥലം. ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലാണ് ഈ തുഗ്ലക് കോട്ട ഉള്ളത്. ഇന്ന് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാലും
പടവുകൾ ഇറങ്ങിയിട്ട് വലിയൊരു കുളം നമുക്കവിടെ കാണാൻ കഴിയും. അതിൽ വെള്ളമൊന്നുമില്ല, പക്ഷെ വലിയൊരു കുളം നമുക്ക് കാണാൻ കഴിയും. ആ കുളം വളരെ കൃത്യമായിട്ട് അവർ പിന്നെ എന്താണ് വളരെ നല്ല രീതിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഏതൊരു ഭരണാധികാരി അന്ന് നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം ഈ വെള്ളം ലഭ്യമല്ലാത്ത പ്രശ്നം തന്നെയായിരുന്നു, കുടിക്കാനും മറ്റു ആവശ്യങ്ങൾക്കുള്ള. അതുകൊണ്ട് പിന്നീട് അവർ ചെയ്തത് ഹമ്മാമുകൾ നിർമ്മിച്ചിരുന്നു. നമ്മൾ ഈ ഇസ്ലാമിക ലോകത്തുള്ള ഒരു സംഗതിയാണ് ഹമ്മാം, കുളിപ്പുരകൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതൊരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ രീതിയിലാണ് സംവിധാനിക്കുക. കുളിപ്പുരകൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന കാരവൻസ് വരുമ്പോൾ അവർക്ക് പിന്നെ വൃത്തിയാവാനുമുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ രാജാക്കന്മാർക്കും ഒക്കെ വേണ്ടി പ്രത്യേകമായ ഹമ്മാമുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതില് നേരത്തെ നമ്മൾ മദ്രസകളെ കുറിച്ച് സംസാരിക്കാം, അതിനോട് കുറിച്ച് ചേർത്തി പറയാം. അപ്പോ അന്നത്തെ ഒരു വിജ്ഞാനോൽപാദനം നടന്നിരുന്നത് ഈ സൂഫികളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. പ്ലസ് ഈ മദ്രസകൾക്കും അതിൽ വലിയൊരു റോൾ ഉണ്ടായിരുന്നു. അങ്ങനെ കാണാൻ കഴിയും. അപ്പൊ എങ്ങനെയായിരുന്നു ഈ മദ്രസകൾ അന്ന്? മദ്രസകളെ സംബന്ധിച്ചിടത്തോളം നമ്മള് ശരിക്കും പറയാം, എന്താണ് മദ്രസ എന്ന വാക്കിന്റെ അർത്ഥം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മദ്രസ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മദ്രസ അല്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മൾ സ്കൂളിനെ സ്കൂളെന്നും മദ്രസേനെ മദ്രസ എന്നാണ് പറയാ. പക്ഷെ ഇസ്ലാമിക ലോകത്ത് എന്ന് പറഞ്ഞാൽ മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂൾ എന്നാണ്. അതായത് എവിടെ സ്കൂൾ എന്ന് ഉദ്ദേശിച്ചാൽ എവിടെയാണോ വിജ്ഞാനം കിട്ടുന്നത് അത് ഒറ്റ സ്ഥലമാണ്. നമുക്ക് രണ്ട് സ്ഥലങ്ങളാണ്, സ്കൂളും മദ്രസയും. രണ്ടാണ്. നമ്മൾ മദ്രസയിൽ പഠിക്കുന്നത് ദീനി വിജ്ഞാനീയങ്ങളാണ്, അല്ലെങ്കിൽ ഇസ്ലാമികമായ വിജ്ഞാനീയങ്ങളാണ്. സ്കൂളിൽ നമ്മൾ അത് പഠിക്കൂല. പക്ഷെ ഇസ്ലാമിക ലോകത്ത് മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ ദില്ലിയിൽ ഉദാഹരണം പറഞ്ഞാൽ എന്താ പറയാ, മദ്രസ ഫിറോസ് ഷാഹി എന്ന് പറഞ്ഞൊരു മദ്രസ വളരെ ഫേമസ് ആണത്. ആ മദ്രസ ഫിറോസ് ഷാഹിയിൽ പഠിപ്പിക്കപ്പെട്ടിരുന്ന വിഷയങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുത്തും. അതിൽ ഗണിതശാസ്ത്രം, ഗോളശാസ്ത്രം, വാനശാസ്ത്രം, അറബിക് ലാംഗ്വേജ്, അതുപോലെ തന്നെ പേർഷ്യൻ ലാംഗ്വേജ്, അതുപോലെ തന്നെ തിബ്, യൂനാനി വൈദ്യം പഠിപ്പിച്ചിരുന്നു അവരെ. അതുപോലെ തന്നെ കൃഷി, പിന്നെ എന്താ പറയുക, അഭിവൃദ്ധിപ്പെടുത്താനുള്ള മാർഗങ്ങളെക്കുറിച്ച് പഠനങ്ങൾ. അപ്പോൾ ഒരു മദ്രസ എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് നമ്മളിതിനെ വായിക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെ ഇതിനെ ആ അർത്ഥത്തിൽ വിലയിരുത്താൻ കഴിയില്ല. മറിച്ച് ഇതൊരു യൂണിവേഴ്സിറ്റി പോലെ, അല്ലെങ്കിൽ ഒരു വലിയൊരു വിജ്ഞാന ശേഖരം, ഒരു വൈജ്ഞാനിക കേന്ദ്രമായിട്ട് വേണം നമ്മൾ ആ അർത്ഥത്തിൽ മദ്രസേനെ മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ. അല്ലാതെ നമ്മുടെ നാട്ടിലുള്ള മദ്രസ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മൾ ഇതിനെ കാണരുത്. അപ്പോ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഫിറോഷായിലെ സിലബസ് ആയിരുന്നു ഫിറോഷ മദ്രസ ഫിറോഷായിലെ സിലബസ് അങ്ങനെയായിരുന്നു. എന്നിട്ട് അവര് ചെയ്തെന്ന് വെച്ചാൽ അതിന് പ്രത്യേക അധ്യാപകർ എന്ന് പറഞ്ഞാൽ ചില ആളുകളെ പുറത്തു നിന്ന് വരെ അവർ കൊണ്ടുവന്നു ഈ മദ്രസയിൽ പഠിപ്പിക്കാനായിട്ട്. ഇന്ത്യയിൽ നിന്നല്ല, പുറത്തു നിന്ന്, പ്രത്യേകിച്ച് ഇറാനിൽ നിന്നൊക്കെ പ്രഗത്ഭരായ അധ്യാപകരെ കൊണ്ടുവന്നാണ് ക്ലാസ് കൊടുത്തിരുന്നത്. അത്തരം അധ്യാപകർക്ക് പ്രത്യേക പിന്നെ സ്റ്റൈപ്പൻഡും അവർക്ക് നിൽക്കാനുള്ള ഏറ്റവും നല്ല സാലറിയൊക്കെ കൊടുത്തുകൊണ്ടാണ് ഡൽഹിയിൽ അവരെ പാർപ്പിച്ചിരുന്നത്. അതുപോലെ ഒരുപാട് കുട്ടികൾ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഈ മദ്രസയിൽ വന്ന് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലുള്ള മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഈ മദ്രസ നോക്കി വന്നിവിടെ പഠിച്ചു പോയിട്ടുണ്ട്. ഇതൊക്കെ ഇവരുടെ തന്നെ ബയോഗ്രഫിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇവരെല്ലാവരും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ രാജാക്കന്മാരും അവരുടെ കാലഘട്ടത്തിൽ തന്നെ ബയോഗ്രഫി എഴുതും. ഇപ്പോൾ പിന്നെ ഹുമയൂൺ നാമ, ഷാജഹാൻ നാമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ തന്നെ ബയോഗ്രഫികൾ പലപ്പോഴും നമുക്ക് പേർഷ്യയിൽ വായിക്കാൻ കിട്ടും. പേർഷ്യൻ പിന്നെ ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇംഗ്ലീഷിലേക്കൊക്കെ. അപ്പോൾ ഇതിലെല്ലാം ഇവരുടെ പിന്നെ കോൺട്രിബ്യൂഷൻസ്, ഇവരെ സൊസൈറ്റിക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ, പിന്നെ മറ്റു കാര്യങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ പിന്നെ ഈ പറയുന്ന പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല അവർ കൊണ്ട് നടന്നത്. അവിടെ നമ്മളിവിടെ മദ്രസയിൽ എവിടെയാണോ ഗണിതശാസ്ത്രം പഠിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ വാനശാസ്ത്രം, അതുപോലെ ആർക്കിടെക്ചർ, വാസ്തുവിദ്യ പഠിപ്പിച്ചിരുന്നവർ. അപ്പോൾ നമ്മൾ നമ്മളെവിടെ നിൽക്കുന്നു, നമ്മുടെ മുമ്പിലുള്ള ആളുകൾ എന്താണ് നമുക്ക് ചെയ്തു വെച്ച് പോയത് എന്നുള്ളതൊരു ചോദ്യം അവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാല് ഈ മദ്രസയുമായി ബന്ധപ്പെട്ട് കുറെ കഥകള് ഇങ്ങനെ നോക്കിയപ്പോ നമ്മള് സംസാരിച്ചതുമായിട്ടുള്ള പല കഥകളുണ്ട്. ഇപ്പോ ടിസ്ഹസാരി ഡാമിലുള്ള ഒരു മദ്രസ. അതെ, ഡാമിലുള്ള മദ്രസ ഈ അടുത്ത് കഴിഞ്ഞ കുറച്ച് മുമ്പാണ് ഞാൻ അതിനെക്കുറിച്ച് വായിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ലേഖനം എഴുതുകയും ചെയ്തു. അത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് ആ ഡാം നിർമ്മിക്കുന്നത്. സത്പുല എന്നാണ് ആ ഡാമിന്റെ പേര്. സാക്കേത് എന്ന് പറയുന്ന, ഇന്ന് ഡൽഹിയിൽ സാക്കേത് എന്ന് പറയുന്ന പ്രദേശത്താണ് ആ ഡാം നിലനിൽക്കുന്നത്. ആ ഡാമിന്റെ 7 തൂണുകൾ ഉള്ളതുകൊണ്ടാണ് അതിന് സത്പുല എന്ന് പറയാൻ കാരണം. അതിന്റെ തൂണ് സത്പുല, അതെ. അതിന്റെ പിന്നെ ബാക്ക് വശത്താണ് മദ്രസ. അതിന്റെ താഴെ തട്ടിൽ കുറെ റൂമുകൾ ഉണ്ടാക്കിയിട്ടേക്കാണ്.
മദ്രസക്ക് വേണ്ടിയിട്ട് ഡാമിന്റെ അതേ ഡാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അതേ സ്ട്രക്ചറിന്റെ താഴെ തന്നെയാണ് മദ്രസകൾ ഉള്ളത്. അപ്പോൾ ഈ ഡാം പലപ്പോഴും അറിയപ്പെടുന്ന മദ്രസ ആയിട്ട് കൂടിയാണ്. മനസ്സിലായോ? ഒരു ഡാം അറിയപ്പെടുന്നത് മദ്രസ എന്ന് പറഞ്ഞ പേരിൽ കൂടിയാണ്. അപ്പൊ അത് ഭയങ്കര വായിച്ചപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. കാരണം അതും എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ദ ഡാം ഈസ് വെൽ നോൺ ആസ് പിന്നെ മദ്രസ. അപ്പൊ അങ്ങനെ പറയണമെങ്കിൽ അത് വേറെ ഒരു മോണമെന്റിലല്ല അത് സംവിധാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് പിന്നെ മദ്രസ ഉള്ളത് ഈ ഡാമിനോട് ചേർന്നിട്ട് തന്നെ. ഇപ്പൊ ഈ ഡൽഹിയിൽ നമ്മളിങ്ങനെ നമ്മൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ ഈ ആ സ്ഥലങ്ങളുടെ പേരുകളുടെ കഥ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള എന്തായാലും നമ്മളിങ്ങനെ കുറെ നോക്കുമ്പോഴാണ് അല്ലെ, നമ്മൾ ആദ്യം ഇപ്പൊ ഞാനും ഡൽഹിയിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ നമുക്കും പ്രത്യേകിച്ച് ആ ഒരു പുതുമയൊന്നുമില്ല. ആ കേൾക്കുന്ന പേരെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതോ പേർഷ്യനാണ്. അതിനെക്കുറിച്ച് അങ്ങനെ ഒരുപാട് ഡെപ്തിലേക്കൊന്നും നമ്മൾ വായന നടത്തിയിട്ടില്ല. പക്ഷെ ദില്ലി എന്ന് പറയുന്ന നഗരത്തെ നമ്മൾ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പേരുകളൊക്കെ പിന്നിലും പല കഥകളും പല ചരിത്രങ്ങളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ അതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, ഇതിപ്പോ ഞാൻ ഈ പറയുന്നതിൽ പലതും ചിലപ്പോ സ്റ്റോറികളായിരിക്കാം, ചിലത് ചരിത്രങ്ങളാവാം, യാഥാർത്ഥ്യമുള്ളതാവാം, ചിലത് നമ്മൾ മിത്തുകളായിട്ട് തന്നെ എഴുതപ്പെട്ടിട്ടുണ്ടാവും. അതിലെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒന്ന് തീസ് ഹസാരി എന്ന് പറയുന്ന, ഇന്ന് അവിടെ ഒരു കോർട്ടൊക്കെ ഉണ്ട്, തീസ് ഹസാരി കോർട്ട്. ശരിക്കും തീസ് ഹസാരി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉറുദുവിൽ പറയുമ്പോൾ 30,000 എന്നാണ്. ഈ 30,000 എന്ന് പറയുന്ന ആ വാക്കിൽ നിന്നാണ് ആ സ്ഥലത്തിന്റെ പേര് വന്നത്. എങ്ങനെയാണ് ആ പേര് വന്നതെന്ന് ചോദിച്ചാൽ, പിന്നെ ഔറംഗസേബിന്റെ മകളുടെ പേരാണ് സേബുന്നിസ ഖുർആൻ മനഃപ്പാടമാക്കുന്നുണ്ട്. അപ്പൊ ഖുർആൻ മനഃപ്പാടമാക്കിയ മകൾക്ക് അദ്ദേഹം ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്ത്, പക്ഷെ അതൊന്നും മതി വരാതെ അദ്ദേഹം 30,000 സ്വർണ്ണ നാണയങ്ങൾ മകൾക്ക് കൊടുക്കുന്നുണ്ട്. ഈ 30,000 സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കുമ്പോൾ ആ 30,000 പിന്നീട് അദ്ദേഹം ഈ സേബുന്നിസ മരണപ്പെടുന്നുണ്ട്, ഡൽഹിയിൽ വെച്ച് മരണപ്പെടുക. അദ്ദേഹം ആ സേബുന്നിസയെ കബറടക്കിയ പ്രദേശമാണ് പിന്നീട് തിസസാരി എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. പക്ഷെ ഇപ്പൊ അവരുടെ കബറിടമൊന്നും ഈ പറയുന്ന സ്ഥലത്തില്ല. മുമ്പുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് പിന്നീട് ആ മക്ബറ മാറ്റി എന്നൊക്കെയാണ് പിന്നീട് പറയുന്നത്. പക്ഷെ പിന്നെ വേറൊരു ചരിത്രം പറയുന്നത് ആ ഭാഗത്ത് 30,000 വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു, അതുകൊണ്ടാണ് ആ പേര് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പേരിന്റെ പിറകിലുള്ള കഥകള് നമുക്ക് ചിലത് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമുണ്ടെങ്കിൽ പോലും ഇതെല്ലാം എഴുതപ്പെട്ടതോ അല്ലെങ്കിൽ പലരാൽ ഇത് സംസാരിക്കപ്പെട്ടതോ ആണ്. നമുക്കതിനെ തള്ളിക്കളയാനും കഴിയില്ല. ഇത് നമുക്ക് ഒരിക്കലും ഇത് മിത്താണെന്നോ അല്ലെങ്കിൽ ഇത് സ്റ്റോറി ആണെന്നോ പറഞ്ഞുകൊണ്ട് ഡൽഹിയെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് കളയാൻ കഴിയില്ല. ഇതൊക്കെ ഇത് നമ്മളായിട്ട് ആദ്യം പറയുന്ന ആളുകളല്ല, ഇതൊക്കെ ഓൾറെഡി എഴുതപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ തിസ് ഹസാരി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ആ 30,000 എന്ന് പറയുന്ന ആ വാക്ക്. അപ്പോൾ ഖുർആൻ മനഃപ്പാടമാക്കിയതിന് മകൾക്ക് കൊടുത്ത സമ്മാനമാണ് പിൽക്കാലത്ത് ആ പേരിലേക്ക് വന്നത്. അതുപോലെ തന്നെ പിന്നെ റോഷൻ ചെറാഗെ ദില്ലി എന്ന് പറയുന്ന ആ ഒരു പേര് വന്നത്, അത് ചെറാഗെ ദില്ലി എന്ന് പറഞ്ഞാൽ കത്തിച്ചു വെച്ച വിളക്കാണ്. അപ്പം പിന്നെ സൂഫി ദർഗക്ക് വേണ്ടിയിട്ട് കുളം കുഴിക്കുന്ന സമയത്ത് രാവും പകലും അവിടെയുള്ള പണിക്കാർക്ക് ജോലി ചെയ്യേണ്ടി വന്നു അവിടെ. അപ്പോൾ രാത്രി പണിയെടുക്കുമ്പോൾ എന്തായാലും വെട്ടം വേണം. അപ്പൊ വെട്ടം ആ വിളക്കിൽ ഒഴിക്കാൻ എണ്ണ തീരുന്ന ഒരു അവസ്ഥ ഉണ്ടായി അവിടെ. അപ്പൊ എണ്ണ തീരുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ പിന്നെ വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഈ നാസറുദ്ദീൻ മഹ്മൂദ് ആ ഇതിലൊഴിക്കുന്നത്, പിന്നെ വിളക്കിലൊഴിക്കുന്നത് സാധാ വെള്ളം. അങ്ങനെ വെള്ളം ഒഴിച്ച് പിന്നെ ആ വർക്ക് പൂർത്തീകരിച്ചെന്നാണ് പറയുന്നത് ആ സൂഫി. ഈ കഥ ഇത് നമ്മളെ കഥ തമ്മിൽ ചേർച്ചുണ്ടോ അറിയില്ല. ഞാൻ അങ്ങനെ ഒരു കഥ കേട്ടിരുന്നു. അതായത് ആ കാലത്ത് ഏതാണ് അന്ന് ഭരണാധികാരി ആരാന്നറിയില്ല. അപ്പോ ഭരണാധികാരി അന്ന് ഫോർട്ടിഫിക്കേഷനോ അങ്ങനെ ഒരു പാലസ് ഫോർട്ട് ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെയാണ്. അപ്പോൾ ആ നാട്ടിലാണെങ്കിൽ ഭയങ്കര ജലക്ഷാമമാണ്. അപ്പോൾ ഇന്ന് നാസറുദ്ദീൻ ഈ സൂഫി ഉണ്ടല്ലോ, അവരെന്ത് ചെയ്തു, അവിടെ ഒരു കുളം കുഴിക്കാൻ തീരുമാനിച്ചു. ഇവിടെ കുളം കുഴിച്ചാൽ വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ ഈ ആ നാട്ടിലെ ആളുകൾക്കൊക്കെ കുളം കുഴിച്ച് അവിടെ വെള്ളം കണ്ടെത്തി. കാരണം സൂഫിയാണല്ലോ പറഞ്ഞത്, രാജാവിനേക്കാളും ചിലപ്പോ പവറാണ് സൂഫിക്കുള്ളത്. പക്ഷെ രാജാവ് എന്ത് ചെയ്ത് കർശനായിട്ട് തീരുമാനം എടുത്തു, എന്ത് എല്ലാവരും കോട്ടയ്ക്ക് വേണ്ടി പണിയെടുക്കണം. അങ്ങനെ ആളുകൾ എന്ത് ചെയ്തു, രാവിലെ കോട്ടയ്ക്ക് വേണ്ടി പണിയെടുക്കുകയും രാത്രി വന്നിട്ട് ആ വിളക്കിന്റെ വെട്ടത്തില് കുളത്തിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്തു. അപ്പൊ ഇതറിഞ്ഞ രാജാവിന് പിന്നെയും ക്ഷോഭം വന്നു. രാജാവ് ഇതിന് വേണ്ട, ഫുള്ള് ഇതിന് വേണമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇങ്ങനെ പണിയെടുക്കുന്നത്. അപ്പൊ രാജാവ് അങ്ങോട്ടേക്കുള്ള ദർഗയ്ക്കുള്ള വെണ്ണയുടെ സപ്ലൈ കട്ട് ചെയ്തു. അപ്പോൾ അവർക്ക് രാത്രി പണിയെടുക്കാൻ
വെളിച്ചല്ലേ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ കഥയോടൊക്കെ എനിക്കിത് പക്ഷെ ഇതില് നേരത്തെ ഞാൻ പറഞ്ഞ കഥയില് പിന്നെ വെള്ളം അദ്ദേഹം ഒഴിക്കുന്നുണ്ട്. അപ്പൊ സപ്ലൈ ഇല്ലാതായപ്പോ എന്ത് ചെയ്തു, പണി നടക്കാതായപ്പോ ഈ വെണ്ണക്ക് പകരം വെള്ളം ഒഴിച്ചപ്പോ അങ്ങനെ ഉണ്ടായത് ഞാൻ പറയുന്നത്. പക്ഷെ ആ പേര് വരാനുള്ള കാരണമായിട്ട് പറയുന്ന ചരിത്രം അതാണ്. നിങ്ങൾ പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഏതൊക്കെ അർത്ഥത്തില് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. കഥ സത്യമാണോ അല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ആ പേരിന് പിന്നിലുള്ള ഒരു കഥ ആയിട്ട് പറയുന്നത് ഇതാണ്. അങ്ങനെയാണ് കത്തിച്ചു വെച്ച വിളക്ക് എന്ന് ചെറാഗെ ദില്ലി എന്ന് പറഞ്ഞത്. അപ്പം ഡൽഹിയിൽ നമ്മള് പിന്നെ അതുപോലെ തന്നെ ഹൗസ് ഗാസ് എന്ന് പറഞ്ഞാൽ ആ ഒരു നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ പ്രത്യേകമായി സംവിധാനിക്കപ്പെട്ട കുളം എന്നാണ് ആ വാക്കിന് അർത്ഥം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഡൽഹിയുടെ ചരിത്രം നമ്മളിങ്ങനെ നോക്കിയാൽ അത് ഈ പൗരാണിക മിത്തുകളിലൊക്കെ വരുന്ന ഇന്ദ്രപ്രസ്ഥ മുതൽ ഈ ഏഴ് സിറ്റീസ് എന്ന് പറയും. അങ്ങനെ അവിടുന്ന് ഈ ന്യൂഡൽഹി വരെയുള്ള ഒരു പ്രയാണം, അത് ഒരുപാട് കഥകളും അതിനൊക്കെ ഒരുപാട് ചരിത്രങ്ങളും ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു സാധനം. അപ്പോൾ ആ ഡൽഹിയുമായി ബന്ധപ്പെട്ട ആര് ഗസ്റ്റ് ഉപ്പിലേക്ക് വരുമ്പോഴും നമ്മൾ ഓരോടെ ഡൽഹിയെ കുറിച്ച് ചോദിക്കും. ഇപ്പം ഡൽഹിയെ കുറിച്ച് മാത്രം ഒരു എപ്പിസോഡ് ആയതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഡൽഹി അനുഭവങ്ങളും അതോടൊപ്പം ഡൽഹിയെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രത്തിലൂടെ എങ്ങനെ വായിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ. ദില്ലിയുടെ ചരിത്രത്തിൽ പിന്നെ നമ്മൾ മെഹ്റോളി മുതലാണ് പറഞ്ഞു തുടങ്ങേണ്ടത്. മെഹ്റോളി എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൂഫി ഖാജ കുത്തുബ് ബക്തിയാർ കാക്കി അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മേഖല അല്ലെങ്കിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ കൊടുത്ത സ്ഥലമാണ് മെഹ്റോളി. അപ്പോൾ ആ മെഹ്റോളി പ്രദേശം പിന്നെ അവിടെ നിന്ന് വന്നു. അവിടെ ഒരു പിന്നെ ഒരു വലിയൊരു കോംപ്ലക്സ് ഉണ്ട്, മെഹ്റോളി ആർക്കിയോളജി കോംപ്ലക്സ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആളുകളൊക്കെ അധികം സന്ദർശിക്കാത്തൊരു സ്ഥലമാണത്. എല്ലാവരും കുത്തുമിനാർ കണ്ടു പോകും. പക്ഷെ ആ ഭാഗം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുകയാണെങ്കിൽ ഒരുപാട് മോണമെന്റ്സ് നമുക്ക് അവിടെ കാണാൻ കഴിയും. അതാണ് ആദ്യത്തെ സിറ്റി എന്ന് പറയുന്നത്. ശരിക്കും 7 cities ആണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ദില്ലി ഒരു നഗരമാണ്. ആ നഗരത്തിൽ പിന്നെ ഒരു 7 നഗരം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ശരിക്കും ഇതൊക്കെ വേൾഡ് സിറ്റിയാണ്. ഇതൊക്കെ എന്താ പറയുക, ഈ വലിയ വലിയ മതിലുകെട്ടുകൾക്കുള്ളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സിറ്റികളാണ്. ഓരോ ഭരണാധികാരികൾ, ഓരോ ഡൈനാസ്റ്റികൾ വരുമ്പോഴും അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടേതായ രൂപത്തിലേക്ക് ആ സിറ്റിയുടെ ഓരോ ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ അവർക്ക് പ്രത്യേകമായ ഒരു വേൾഡ് സിറ്റി അവർ നിർമ്മിക്കും. അങ്ങനെ നിർമ്മിച്ച ഇപ്പം മെഹ്റോളി, അതിനുശേഷം വരുന്നതാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ നഗരം സീരി നഗരം. സീരി നഗരം തലയോട്ടി നഗരം എന്നാണ് അറിയപ്പെടുന്നത്. അത് മറ്റൊരു രീതി പറയുമ്പോൾ ആരാലും പിന്നെ ഇതുവരെയും പിടിച്ചടക്കാൻ കഴിയാത്ത നഗരം. അതാണ് ആ പേര് ശരിക്കും പറഞ്ഞാൽ സീരി നഗരത്തെക്കുറിച്ച് പറയുന്നത്. സീരി എന്ന് പറയുക സർ എന്ന് പറഞ്ഞ തല എന്നാണ്, തലയോട്ടി. ഇപ്പം സീരി എന്ന് പറയാൻ കാരണം മംഗോളുകൾ പിന്നെ എപ്പോഴും അലാവുദ്ദീൻ ഖിൽജിയായിട്ട് യുദ്ധം ചെയ്തിരുന്നു. മംഗോളുകൾ വരുന്ന സമയം, അതായത് ഗിയാസുദ്ദീൻ ബാൽബന് ശേഷം പിന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഏറ്റവും കൂടുതൽ പിന്നെ അറ്റാക്കുകൾ നടന്നത് അലാവുദ്ദീൻ ഖിൽജി ആയിട്ടാണ്, മംഗോളുകൾ. അപ്പോൾ ഇത് മനസ്സിലാക്കിയ അലാവുദ്ദീൻ ഖിൽജി ചെയ്തത് അദ്ദേഹം എവിടെയാണോ ഭരണം നടത്തിയിരുന്നത് ആ ഭാഗമൊക്കെ കുറെ കൂടിയും അടച്ചുറപ്പുള്ള മതിൽ കെട്ടുകൾ കൊണ്ട് പ്രതിരോധിക്കുക ചെയ്ത. എന്നിട്ട് അദ്ദേഹം ചെയ്തത് ഈ കുറേ ആളുകളെ, കുറേ മംഗോളുകളെ അദ്ദേഹം പിടിക്കുന്നുണ്ട്. ഈ പിടിച്ച ആളുകളെയൊക്കെ പിന്നെ കൊന്നു കളഞ്ഞിട്ട് അവരുടെയൊക്കെ ശിരസ്സുകൾ ഈ മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ മറ്റുള്ളവർ കാണുകയും വെക്കും, തൂക്കിയിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെന്നാന്ന് വെച്ചാൽ ഇനി അങ്ങനെ വരുന്നവർക്കൊരു പാഠമാണ് അതൊക്കെ. അപ്പോൾ മംഗോളുകളുമായിട്ട് ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്തൊരു വ്യക്തിയാണ് പിന്നെ അലാവുദ്ദീൻ ഖിൽജി. അപ്പോൾ ആ മംഗോളുകളുടെ പിന്നെ തലകൾ ഇങ്ങനെ വെച്ചത് കൊണ്ട് ആ പേര് ഈ തലയോട്ടി നഗരം സീരി എന്നുള്ള രൂപത്തിലേക്ക് ചരിത്രങ്ങൾ വായിക്കപ്പെടാൻ, ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഗത്ത് പോയപ്പോ ഈ ചോർബാഗ് എന്നുള്ള സ്ഥലം, ഞാൻ ഈ ദില്ലിനാമ പുസ്തകം വായിച്ചപ്പോ ഇത് ഞാൻ ഞങ്ങളുടെ ഒരു സ്റ്റോറി പറയാം. അത് ഞാൻ പണ്ടാണ് ദില്ലിനാമ വായിക്കുന്നത്. കുറച്ച് ഡൽഹിയൊക്കെ കാണുന്നതിന് മുമ്പ് ഡൽഹിയെ ഇങ്ങനെ ഫാന്റസൈസ് ചെയ്യുന്ന ഒരു സമയത്ത്, എനിക്ക് അവിടെ പോകണം എന്നുണ്ട്, കുറെ അവിടെ ജീവിക്കണം എന്നൊക്കെ ഉണ്ട് ആ ഒരു സമയം. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഡൽഹി കഥകൾ വായിക്കുന്നത്, ദില്ലിനാമ വായിക്കുന്നത്. അപ്പോൾ ദില്ലിനാമൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതൊരു ടൂർ ഗൈഡ് പോലത്തെ ഒരു പുസ്തകമാണ്. ലൈക്ക് നമ്മളെങ്ങനെ പോയി ഇങ്ങനെ കണ്ട് വായിക്കേണ്ട, ആ പുസ്തകമായിട്ട് യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലം, അങ്ങനത്തെ ഒരു ടൈപ്പ് പുസ്തകമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതൊന്നും. അപ്പോൾ ഞാൻ മെഹ്റോളി മുതൽ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ഇരുന്ന് വായിക്കുമ്പോൾ ഞാൻ അതിലിങ്ങനെ ഈ മെഹ്റോളിയിൽ ഈ സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പോൾ എനിക്കിത് കാണാൻ വഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലാപ്പ് എടുത്തിട്ട് ഗൂഗിൾ മാപ്സ് ഓണാക്കും. എന്നിട്ട് എൻ്റെ ഒരു പണി എന്താ വെച്ചാൽ ഇതിൽ പറയുന്ന ഓരോ സ്ഥലങ്ങളും വെറുതെ ടൈപ്പ് ചെയ്ത് നോക്കും.
എന്നിട്ട് സ്ട്രീറ്റ് വ്യൂവിൽ പോയി നോക്കും, ആ പറയുന്ന സ്ഥലങ്ങളും ആ എന്താ മോണ്യുമെന്റ്സ് ഒക്കെ ഇങ്ങനെ കാണും. ഓക്കെ ഇതാണല്ലേ സ്ഥലം, ഓക്കെ ഇതാണല്ലേ സ്ഥലം. അപ്പൊ ഞാൻ എന്നിട്ട് എന്ത് ചെയ്യും, ഇനി ഭാവിയിൽ പോയി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവണമല്ലോ, ഞാൻ മറന്നു പോകരുതല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ആ സ്ഥലങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കും. എന്റെ ഗൂഗിൾ മാപ്സിൽ ഒരു ഫോൾഡർ ഉണ്ട്, ദില്ലി നാമ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതുകൊണ്ട് വന്നാണോ? അതിൽ വന്നതാണ്. ശരിക്കും ഞാൻ ഈ പേര് ഇടാൻ തന്നെ കാരണം ഇങ്ങനൊരു ബുക്ക് എനിക്ക് തോന്നണത് ആ പേരിൽ ആദ്യമായിട്ടായിരിക്കും. കാരണം ഇതൊക്കെ ശരി പേർഷ്യൻ ടച്ചുള്ള പേരുകളാണ്. നാമ ചേർത്ത് വരുന്നത് ഷാനാമ, ഷാജഹാൻ നാമ, ഹുമയൂൺ നാമ, ഇതൊക്കെ അവരുടെ ബയോഗ്രഫിയാണ്. ഇതിപ്പോ ഞാൻ ഡൽഹിയിൽ താമസിച്ച സമയത്ത് ഞാൻ എഴുതിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പേര് ഇട്ടത്. അപ്പൊ ഇതിൽ ഈ ദില്ലി നാമ ഫോൾഡറിൽ എനിക്കിനി ഭാവിയിൽ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് കാണണല്ലോ. അപ്പൊ കാണുമ്പോൾ എനിക്ക് ആ ഹിസ്റ്ററി മനസ്സിലാവണല്ലോ. അപ്പൊ ഞാൻ ഈ എഴുതിയ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും, ഗൂഗിളിലെടുത്ത് അത് കോപ്പി ചെയ്തിട്ട് ഞാൻ ആ സ്ഥലത്തിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കും. ഞാൻ എന്നിട്ട് എനിക്ക് ഇപ്പൊ ലാസ്റ്റ് ഞാൻ അവിടെ ഉണ്ടായ സമയത്ത്, ഡൽഹി ഉണ്ടായ സമയത്ത് ഞാൻ ഓസ്ഹാസിന്റെ അടുത്ത് പോയപ്പോഴാണ് ഈ ചോർബാഗ് ആ ഭാഗത്താണല്ലോ ഈ സീരി ഫോർട്ട് ഒക്കെ ഉള്ളത്, ആ ഭാഗത്താണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ നടന്ന്, അതായത് മെട്രോ സ്റ്റേഷനിൽ ഇങ്ങനെ കുറച്ച് നടക്കണം ഓസ്ഹാസ് ആ ഏരിയക്ക് എത്താൻ. അപ്പൊ ഇങ്ങനെ നടക്കുന്ന ഇടയിൽ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ പണ്ട് സേവ് ചെയ്ത് വെച്ച ഭാഗം ഇങ്ങനെ കാണുന്നത്. അപ്പൊ ഓക്കെ ചോർബാഗ് എടുക്കുമ്പോഴാണ് അവിടെയാണ് ഈ പറയുന്ന കുറ്റവാളികളെ കൊണ്ടുവന്നിട്ട് കൊന്നിട്ട് അവരുടെ ശിരസുകൾ വെക്കുന്ന ഒരു, അതാണ് അവരുടെ പിന്നെ ശിക്ഷ നടപ്പാക്കുന്ന സ്ഥലമാണത്. അതൊരു പ്രദർശിപ്പിക്കപ്പെട്ട പിന്നെ ആളുകളുടെ മുമ്പിൽ പിന്നെ ശിക്ഷ നടപ്പാക്കിയതിന് ശേഷം അവരെ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥലമാണത്. അതുകൊണ്ടാണ് ചോർബാഗ് എന്ന് പറയുന്ന ഒരു പേര് തന്നെ വന്നത് അവിടെ. ഞാൻ അവിടെ എത്തിയപ്പോ അതിന്റെ ചുറ്റും റെസിഡൻസി ഏരിയ ആണ്. അതിങ്ങനെ നടുവിൽ ഒരു റൗണ്ട് ബോട്ടിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചോർബാഗ് ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ എന്തൊരു പ്രശാന്തമായ സ്ഥലമാണ്. അതൊക്കെ കുറെ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ ഇല്ല. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഡൽഹിയിലെ പല ഭാഗങ്ങളും അത്തരം മോണമെന്റ്സ് നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം കയ്യേറപ്പെടുകയോ തകർക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇതില് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ ഈ ദില്ലിയിലെ താജ്മഹൽ ഓഫീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ദില്ലിയിൽ താജ്മഹൽ ഉണ്ടോ? ഡൽഹിയിലോ? അല്ല, ആഗ്രയില്. ആഗ്രയിലെ താജ്മഹൽ വേറെ, ദില്ലിയിലൊരു താജ്മഹൽ ഉണ്ട്. ഏതാ? അതാണ് ഹുമയൂൺ ടോംബ്. അപ്പോ അങ്ങനെ പറയാൻ കാരണം രണ്ട് പിന്നെ മോണമെന്റ്സിന്റെയും സ്ട്രക്ചർ സെയിം ആണ്. മിനാരങ്ങൾ കുറവുണ്ടാവാം. ഇപ്പൊ താജ്മഹലിന് 4 മിനാരങ്ങളാണുള്ളത്, പക്ഷെ ഹുമയൂൺ ടോംബിന് 2 മിനാരങ്ങളാണുള്ളത്. പക്ഷെ ഇത് ഒറ്റ വ്യൂവിൽ നോക്കുമ്പോൾ ഒരേപോലെയാണ് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു മോണമെന്റാണ് സഫ്ദർജംഗ് ടോംബ്. സഫ്ദർജംഗ് ടോംബും ഹുമയൂൺ ടോംബും താജ്മഹലും സ്ട്രക്ചറലി ഒരേപോലെയാണ്. നമ്മൾ പിക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും. ചെറിയ വ്യത്യാസം, ഈ മിനാരങ്ങളുള്ള വ്യത്യാസമുള്ളൂ. അതിന്റെ ബാക്കി അതിന്റെ ടോംബ് ഒക്കെ ആയാലും അതിന്റെ കുംഭഗോപുരം ആയാലും ഒക്കെ ഏകദേശം നമ്മൾ ദൂരെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു താജ്മഹൽ ഒരു മിനിയേച്ചർ രൂപമായിട്ടോ അല്ലെങ്കിൽ താജ്മഹൽ മറ്റേതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ഇതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് ദില്ലിയിലും താജ്മഹൽ ഉണ്ടെന്ന് പറയാം. അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്, എന്താണ് ഹുമയൂൺ ടോംബിന്റെ ചരിത്രം, ഇപ്പൊ എന്താണ് താജ്മഹലിന്റെ ചരിത്രം ആഫീസിന് അറിയോ? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. പിന്നെ ഷാജഹാന്റെ ഭാര്യക്ക് വേണ്ടിയിട്ടാണ് താജ്മഹൽ ഉണ്ടാക്കിയത്. പക്ഷെ ഹുമയൂൺ ടോംബ് ഉണ്ടാക്കുന്നത് ഭാര്യക്ക് വേണ്ടിയിട്ടല്ല, ഭാര്യ മരണപ്പെട്ട ഹുമയൂണിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഷാജഹാൻ ഒന്ന് ഭർത്താവ് ഭാര്യക്ക് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഹുമയൂൺ ടോംബ് ഉണ്ടാക്കുന്നത് ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ടാണ്, ഹുമയൂണിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നാൽ സ്ട്രക്ചറലി നമുക്ക് കാണുമ്പോൾ ഒരേപോലെ ഫീൽ ചെയ്യുന്ന 2 മോണമെന്റ്സ്. എനിക്ക് താജ്മഹലിനെക്കാട്ടി എന്തോ ഹുമയൂൺ ടോംബാണ് ചെന്നിരിക്കാനും എനിക്കെന്തോ ഒരു ഭയങ്കര ഒരു ഹുമയൂൺ ടോംബിൽ നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഒരു വല്ലാത്ത ഫീലുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ അവിടെ കുറെ കൂടിയും ഒരു ശാന്തത നമുക്ക് ഫീൽ ചെയ്യും ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ. നമ്മളിപ്പോ ഡൽഹിയുടെ 7 നഗരങ്ങളിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പം നമ്മള് സീരി നഗരം അലാവുദ്ദീൻ ഖിൽജിയുടെ നഗരമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒന്ന് പറയുന്നത് ജഹാൻപന, അതായത് പിന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ നഗരം. ഈ ജഹാൻപന എന്ന് പറയുന്ന നഗരത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരുപാട് പള്ളികൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ മോണമെന്റ്സിനുള്ളിലും പള്ളികളുണ്ട്. അപ്പോൾ ജഹാൻപന പിന്നെ ലോകത്തിന്റെ അഭയകേന്ദ്രം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ലോകത്തിന്റെ അഭയകേന്ദ്രം ജഹാൻപന എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വേൾഡ് സിറ്റിയാണ് അദ്ദേഹം ഉണ്ടാക്കിയത്.
ഈ പള്ളികളൊക്കെ പബ്ലിക്കിന് ആക്സസബിളാ ആണോ? ഈ ചില പള്ളികൾ ആർക്കിയോളജി വകുപ്പ് നേരിട്ട് നടത്തുന്ന വെച്ചാൽ ഇന്ന സമയം വരെ ഉള്ളൂ. അതെ, ഇന്നത്തെ കാലത്തല്ല, അന്നത്തെ സമയത്ത് ഇപ്പൊ ഈ ഫോർട്ടുകൾ, ഇപ്പൊ ഫിറോസ് ഷാ കോട്ട്ലയിൽ പോയപ്പോ അവിടെ ജാമി മസ്ജിദ് ഉണ്ടല്ലോ, അത് ഈ കോട്ടന്റെ ഉള്ളിലാണല്ലോ. അപ്പോ അത് ആ കോട്ടന്റെ ഉള്ളിലുള്ള ആളുകൾക്കുള്ള പള്ളിയാണോ അതോ മൊത്തത്തിൽ പബ്ലിക്കലി അന്ന് കൊടുത്തിട്ടുണ്ടാവണം? എനിക്ക് അതിനെ കുറിച്ച് ആ ഒരു ചരിത്രത്തെ കുറിച്ചിട്ട് എവിടെ എഴുതപ്പെട്ടിട്ടില്ല. എന്ന് വെച്ചാൽ എന്റെ പഠനത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു പിന്നെ പബ്ലിക്കലി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയും വലിയൊരു പള്ളി ഉണ്ടാക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. കാരണം ഒരു ചെറിയ പള്ളിയല്ല ഓരോ മോണമെന്റിന്റെ ഉള്ളിലുള്ളത്. വിശാലം, ആയിരങ്ങളും പതിനായിരങ്ങളും ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന അത്രയും പള്ളി ഒരു കോട്ടക്കകത്ത് നിർമ്മിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നെ പബ്ലിക്കിനെ കൂടിയും കണ്ടുകൊണ്ടായിരിക്കണം അത്രയും വലിയൊരു പള്ളി അവർ നിർമ്മിച്ചിട്ടുണ്ടാവുക. മാത്രമല്ല പല പള്ളികളോട് ചേർന്നിട്ട് ഈദ്ഗാഹുകൾ നമുക്ക് കാണാൻ കഴിയും. ചില മതിലിന്റെ തൊട്ട് ചേർന്ന് വലിയ ഈദ്ഗാഹുകൾ, വലിയ തുറസായ സ്ഥലങ്ങളുണ്ട് പല മോണമെന്റ്സിലും. അപ്പോൾ അതെല്ലാം തന്നെ ഒരിക്കലും രാജാക്കന്മാർക്ക് മാത്രമായിട്ട് നിർമ്മിക്കപ്പെട്ടതല്ല അതൊന്നും. അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ അതിനെല്ലാം കൃത്യമായിട്ട് പബ്ലിക്കലി എല്ലാവർക്കും വന്ന് കാണാനും നമസ്കരിക്കാനൊക്കെ ഉള്ള പിന്നെ പള്ളികളാണ്. പിന്നെ പിൽക്കാലത്ത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തതിന് ശേഷം പല പള്ളികളിലേക്കും നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ചില പള്ളികളിൽ വെള്ളിയാഴ്ച മാത്രം പോകാൻ പറ്റുള്ളൂ. പിന്നെ ചില പള്ളികളിൽ മാത്രമാണ് 5 നേരം നമുക്ക് പോയി നമസ്കരിക്കാൻ പറ്റുന്ന പള്ളികളുള്ളത്. ജമാ മസ്ജിദ് ഒക്കെ പോലെ ചില ഇപ്പോൾ ഈ നമ്മുടെ മെഹ്റോളിയിലുള്ള ആർക്കിയോളജി വകുപ്പിന് കീഴിലുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ പള്ളിയുണ്ട്, ഒരു ചെറിയ മദ്രസയൊക്കെ ഉണ്ട് അവിടെ. അവിടെ ഒരു മദ്രസ സംവിധാനമൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ പോയപ്പോൾ കണ്ടതാണ്. പക്ഷെ ഇപ്പോൾ നിലവിൽ ആ പള്ളി മദ്രസ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. കാരണം അന്ന് അത് വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രം തുറന്നു കൊടുക്കുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നത്. ഇതാണ് പിന്നെ ജഹാൻപന. അതിനെക്കുറിച്ച് വിശേഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പള്ളി, ബേഗംപൂരി പള്ളിയുണ്ട്, ബേഗംപൂർ മസ്ജിദ് എന്ന് പറഞ്ഞിട്ട്, ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ പിന്നെ ആ ഒരു സമയത്തുള്ളത്. തുഗ്ലക്കാബാദ് കോട്ട ശരിക്കും പറഞ്ഞാൽ വിസ്മയമാണ്. ഞാൻ ഡൽഹിയിൽ വരുന്ന സമയത്ത് ഒരു നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുന്ന ഒരു കോട്ടയാണ് തുഗ്ലക്കാബാദ് കോട്ട. അതിൻ്റെ പ്രത്യേകിച്ച് 7 കിലോമീറ്റർ കോട്ട ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട് ഡൽഹിയിൽ. അത്രയും വലിയൊരു കോട്ട ഡൽഹിയിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലയെന്നേ പറയുള്ളൂ. അത്രയും, അതായത് ഒരു ബദർപൂർ റോട്ടിലാണത്, മെഹ്റോളി ബദർപൂർ റോട്ടിലാണ് അതിങ്ങനെ കിടക്കുന്നത്. അത് 7 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, അത്ര വലുതാണ്, വലുതും നീളമുള്ളതുമായിട്ടൊരു ഇന്നുണ്ട്. അതായത് റോഡിന്റെ 2 വശങ്ങളിലാണ്. ഒന്ന് ടോംബ്, മക്ബറയൊക്കെ ഉള്ളൊരു ഭാഗമുണ്ട്, കോട്ട മാത്രമുള്ള ഭാഗമുണ്ട്. അപ്പം നമ്മൾ കോട്ട മാത്രമുള്ള ഭാഗത്തേക്ക് നമ്മൾ കയറിപ്പോയി കഴിഞ്ഞാൽ അവിടെ നേരത്തെ പറഞ്ഞ പോലെ കുളങ്ങൾ കാണാൻ കഴിയും, ജയിലറകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ പിന്നെ പ്രത്യേകമായിട്ട് സൈനികർക്ക് പാർക്കാൻ പറ്റുന്ന കവാടങ്ങളുണ്ട്, അല്ലെങ്കിൽ റൂമുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ മക്ബറയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ കൂടി ഭംഗിയിലാണ് മക്ബറ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗിയാസുദ്ദീൻ്റെ മക്ബറ അവിടെ ഉണ്ട്. അത് വളരെ നല്ല രൂപത്തിൽ, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ താഴികക്കുടം കാണാൻ കഴിയും. ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ മക്ബറയുടെ കുംഭഗോപുരത്തിന് മുകളിൽ താഴികക്കുടമുണ്ട്. ഈ താഴികക്കുടം താമര ഇങ്ങനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ താമരയുടെ ഒരു ഇതിലാണ് താഴികക്കുടം എന്ന് പറയാം. അത് കുറേ കൂടിയും പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമാക്കിയിട്ട് നടപ്പാതയൊക്കെ ഉണ്ട്. പക്ഷെ റോഡ് വന്നപ്പോൾ 2 ഭാഗമായി പോയി ഡൽഹിയിൽ. അതിന്റെ നടുക്കൂടിയാണ് റോഡ് പോയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ടോമും ഒരു ഭാഗത്ത് പിന്നെ വലിയ കോട്ടയാണുള്ളത്. അപ്പോൾ ഈ കോട്ടയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കാണാൻ, എല്ലാം കുറേ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിരിക്കുന്നു. കോട്ട പൂർണ്ണമായിട്ടും ആ സ്ട്രക്ചറിൽ പുറത്ത് നോക്കുമ്പോൾ കോട്ടയായിട്ട് ഫീൽ ചെയ്യുമെങ്കിൽ നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ പലതും പൊളിഞ്ഞു പോയേക്കണ്. എവിടെയാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വായിച്ച സാധനങ്ങൾ എവിടെയാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ഇപ്പോൾ അവിടെ നിലനിൽക്കുന്ന പിന്നെ കുളം മാത്രമുണ്ട്. ആ കുളത്തിലേക്ക് ഇറങ്ങുന്ന പടവുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏതൊക്കെ ഭാഗത്താണ് റൂമുകൾ ഉള്ളതെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കുറേയൊക്കെ പൊളിഞ്ഞു പോവുകയൊക്കെ തകർക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് പിന്നെ തുഗ്ലക്കാബാദിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 4ാമത്തെ നഗരം ജഹാൻപന നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ 5ാമത്തെ നഗരം ജിന്ന് നഗരം നമ്മൾ പറഞ്ഞ ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ നഗരമാണ്. അത് പിന്നെ ഇപ്പോൾ നമുക്കറിയാം ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം ഒക്കെ ഉള്ള അവിടെയാണ്. നമുക്ക് നേരത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെ അനിൽ കുംബ്ലെ 10 വിക്കറ്റ് എടുത്ത സ്റ്റേഡിയമാണത്, ഈ ഫിറോസ് ഷാ കോട്ട്ലയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇന്ന് ഒരു കുറെ ആരാധന പൂജകളൊക്കെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ അത് തപ്പിയിട്ട് ഞങ്ങൾ അവിടെ പോയിരുന്നു. ആനന്ദ് തനേജിന്റെ ഒരു പുസ്തകമുണ്ട് ജിന്യോളജി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ പുസ്തകത്തില്
മെയിനായിട്ട് വരുന്ന ഒരു ഏരിയയാണ് ഈ പള്ളി, ഫിറോസ് ഷാ കോട്ടിലേക്ക് ഉള്ളിലുള്ള ഈ ജാമി മസ്ജിദ്. അതെ, നമ്മൾ ആദ്യം അവിടെ പോയത് ഒരു സാധാരണ ദിവസമാണ്. അപ്പൊ അന്ന് അവിടെ കാര്യമായിട്ട് ബഹളങ്ങളൊന്നുമില്ല. അപ്പോഴാണ് പിന്നെയാണ് മനസ്സിലായത് ജാമി പള്ളിയിലെ വെള്ളിയാഴ്ച ശരിക്കും വ്യാഴാഴ്ചയാണ്. അത് അവിടെ അന്നാണ് മെയിൻ ഇവന്റ് നടക്കുന്നത്. അപ്പൊ അന്ന് നമ്മൾ പിന്നെ രണ്ടാമത് അങ്ങോട്ടൊരു വ്യാഴാഴ്ച പോയി. നമ്മൾ കുറച്ച് ഷൂട്ട് ചെയ്യണം, പള്ളിയെ കുറിച്ച് കുറച്ചും കൂടി അറിയണം എന്നുള്ള നിലക്ക് കുറെ വായിച്ചിട്ടൊക്കെയാണ് പിന്നെ പോകുന്നത്. അപ്പൊ നോക്കുമ്പോ അവിടെ ചെന്നുമ്പോ അലർച്ചകള്, കരച്ചില്, ഇങ്ങനെ തിരി തുറന്നിട്ടിട്ട് അപ്പോഴാണ് ഓക്കെ, അതായത് ജിന്നുകളുടെ ഒരു പള്ളി, ജിന്നുകളോട് പ്രാർത്ഥിക്കുന്ന ഒരു പള്ളി. അല്ല, അതിനു വേണ്ടി തന്നെ അവിടെ ആളുകൾ വരുന്നുണ്ട്. അതിനെ ആ ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ കാണാനും അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാനും. അവിടെ എനിക്ക് തോന്നുന്നത് ആ പള്ളിയിൽ നമസ്കരിക്കാനുള്ള അനുവാദമുണ്ട്. ആ പള്ളിയിൽ എനിക്ക് തോന്നുന്നു സുബിഹിം ഇശാവും ഇല്ല. അത് അടച്ചു കഴിഞ്ഞാൽ കേട്ടില്ല. അല്ലാത്ത സമയങ്ങളിലൊക്കെ അവിടെ ആളുകൾക്ക് നമസ്കരിക്കാം. പക്ഷെ ആ പള്ളിക്ക് മേൽക്കൂരയില്ല. അതാണ് ഒരു തുറസായ സ്ഥലം മാത്രമുണ്ട്. പിന്നെ മിമ്പറിൽ നിൽക്കാനുള്ള ആ ഒരു മതിൽക്കെട്ട് മാത്രമേ ഉള്ളൂ. മുമ്പിലുള്ള ഒരു മതിലുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോ മുകളിലൊന്നുമില്ല. ഒരു പ്രത്യേക ആ പള്ളിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ആ പള്ളി പോലത്തെ ഒരു പള്ളിയാണ് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖന്ദിൽ തിമൂറുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് 1300-കളിൽ ഡൽഹി ആക്രമിച്ച തിമൂറുകൾ ചെയ്തതെന്ന് വെച്ചാൽ അവർ ഡൽഹി മൊത്തം ആക്രമിച്ചു കഴിഞ്ഞു, തകർത്ത് തരിപ്പണമാക്കിയിട്ട് ശരിക്കും എല്ലാം ലൂട്ട് ചെയ്ത് പോകാനാണ് വന്നത്. പക്ഷെ ഈ പള്ളി അവരെ ഭയങ്കര അത്ഭുതപ്പെടുത്തി, ഈ പള്ളിയുടെ ഒരു ആർക്കിടെക്ചർ. അങ്ങനെ ഇവർ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും കുറെ കല്ലുകളും അല്ലെങ്കിൽ പിന്നെ ആർട്ടിസ്റ്റുകളൊക്കെ ഇവർ അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു പള്ളി പണിത് സമർഖന്ദിൽ. ആ പള്ളിക്ക് അവരുടെ പേര് ബീബി ഖാനം എന്നാണ്. ഇന്ന് ആ പള്ളി കാണാൻ കഴിയും ഉസ്ബെക്കിസ്ഥാനിൽ, സമർഖന്ദിലാണ്. ആ പള്ളിയുടെ സ്ട്രക്ചറും ഈ ജാമി മസ്ജിദിന്റെ സ്ട്രക്ചറും ഒരേപോലെയാണ്. ജാമി മസ്ജിദ് തകർന്നു പോയി. പക്ഷെ അതിന്റെ പഴയ ഫോട്ടോയിലുള്ള അതേ പള്ളിയുടെ ആ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറെയൊക്കെ സിമിലർ ആയിട്ടുള്ള എലമെന്റുകൾ നമുക്കിതിൽ കാണാൻ കഴിയും. അപ്പോൾ ഫിറോസ് ഷാ കോട്ട്ല അതിൽ ഈ പിന്നെ മദ്രസ സംവിധാനമൊക്കെ അതിലുണ്ട്. പിന്നെ അതിൽ പ്രധാനപ്പെട്ട അശോക സ്തൂപം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാലിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അശോക സ്തൂപം നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് കാണാൻ കഴിയും. പിന്നെ നമ്മൾ അഞ്ചാമത്തെ നഗരമാണ് ഈ പറഞ്ഞാൽ. ആറാമത്തെ നഗരം പിന്നെ എന്താണ്, പുരാന കില്ലയാണ്. ഈ പുരാന കില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ സ്ഥലത്തിന്റെ പേരല്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അത് പഴയ കോട്ട എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആ സ്ഥലത്തിന് ഒരുപാട് പേരുണ്ട്. ദിൻപന എന്നുണ്ട്. പിന്നെ ഇന്ദ്രപ്രസ്ഥ എന്ന്, പഴയ ഇന്ദ്രപ്രസ്ഥ എന്നറിയപ്പെടുന്ന സ്ഥലം ഇതാണെന്നാണ് പറയാ. ദിൻപന, ഇന്ദ്രപ്രസ്ഥ. പിന്നെ പിൽക്കാലത്ത് വന്നാണ് പുരാന കില. ഇപ്പം എല്ലാവരും വിളിക്കുന്ന പുരാന കില എന്നാണ്. ശരിക്കും പറഞ്ഞാൽ 2 ഭരണാധികാരികളാണ് അവിടെ ഭരിച്ചിട്ടുള്ളത്. ഒന്ന് പിന്നെ ഹുമയൂണും പിന്നെ ഒന്ന് ഷേർഷയും. അപ്പോൾ ഷേർഷാ സൂരി ഭരിക്കുന്ന സമയത്ത് പണിത പള്ളിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്, ഈ പുരാന കിലയുടെ ഉള്ളിലുണ്ട്. ഹുമയൂൺ ഭരിച്ച സമയത്തുള്ള കുറച്ച് കാര്യങ്ങളും നമുക്കതിൽ കാണാൻ കഴിയും. കാരണം ഷേർഷാ സൂരിയാണ് ഹുമയൂണിനെ നാട് കടത്തുന്നത്. പിന്നീട് ഇറാനിൽ പോയിട്ട് ഇറാന്റെ അവിടെയുള്ള രാജാവിന്റെ സഹായത്തോടു കൂടിയാണ് വീണ്ടും ദില്ലിയിലേക്ക് പിന്നെ ഹുമയൂൺ വരുന്നത് 5 വർഷത്തിന് ശേഷം. അപ്പം ആ ഒരു ചരിത്രത്തിൽ വന്നു കഴിയുമ്പോഴേക്കും പിന്നെ വീണ്ടും കുറച്ച് നാൾ കൂടി ഹുമയൂൺ ജീവിച്ചിരിക്കുന്നുണ്ട്. അവിടെ ഷേർ മണ്ഡൽ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. അത് ഷേർഷാ സൂരി ഉണ്ടാക്കിയതാണ്. അതിൻ്റെ പിന്നെ മുകളിൽ നിന്നിട്ട് വീണിട്ടാണ് ഹുമയൂൺ മരണപ്പെടുന്നത്. അത് ഓൾറെഡി അതിലൊക്കെ അതിനെക്കുറിച്ച് ചരിത്രം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ആറാമത്തെ ഷേർഷാ സൂരി അങ്ങനെ കാഴ്ച കാണാൻ വേണ്ടി ഉണ്ടാക്കിയൊരു മണ്ഡപമാണത്. ഷേർ മണ്ഡൽ എന്നാണ് അതിനെ പറയാം. അതിപ്പോ അതിന്റെ മുകളിലേക്ക് കയറാൻ പറ്റൂല, ഇപ്പൊ ക്ലോസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചൊക്കെ മുമ്പ് അത് തുറന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കുത്തുമിനാറിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് കയറാൻ പറ്റുന്ന പോലെ ഇവിടെയും കയറാൻ പറ്റുമായിരുന്നു. നമ്മൾ ജമാ മസ്ജിദിൽ പോയാലും അങ്ങനെ ചില സ്ഥലത്തുണ്ട് കയറാൻ പറ്റുന്ന, മുകളിലേക്ക് കയറാൻ പറ്റും. പക്ഷെ ഇപ്പോഴും അത് പിന്നെ അനുവദിക്കില്ല അവര്. സെക്യൂരിറ്റി പ്രശ്നം കൊണ്ടൊക്കെ, സേഫ്റ്റി പ്രശ്നം കൊണ്ടൊക്കെ അവർ അനുവദിക്കില്ല. പിന്നെ ലാസ്റ്റ് നഗരമാണ് ഷാജഹാനാബാദ്. ഷാജഹാനാബാദാണ് ശരിക്കും പറഞ്ഞാൽ ഡൽഹിയുടെ ഓൾഡ് സിറ്റി എന്ന് പറഞ്ഞാൽ. അതാണ് വേൾഡ് സിറ്റി. അതായത് പിന്നെ ഓൾഡ് സിറ്റിയാണ്. ഏറ്റവും നല്ല ഒരു സ്ട്രക്ചറലി സംവിധാനിക്കപ്പെട്ട സിറ്റി ദില്ലിയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഷാജഹാനാബാദാണ്. ഷാജഹാൻ നിർമ്മിച്ചാണ്. ഇന്നത്തെ ഓൾഡ് ഡൽഹിയാണ്. അവിടെയാണ്
ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മോണമെന്റ്സ് ഉള്ളത്. ജമാ മസ്ജിദ് അവിടെയാണ്, റെഡ് ഫോർട്ട് അവിടെയാണ്, അല്ലാതെ മറ്റു ചില ചെറിയ ചെറിയ പള്ളികൾ അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം മദ്രസകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഷാജഹാന്റെ മൂത്ത പുത്രിയുടെ പേരാണ് ജഹനാര. ജഹനാരയാണ് അവിടെ ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്ന, ഇപ്പം നമ്മളവിടെ പറയുന്ന മാർക്കറ്റുകളൊക്കെ ഉള്ള സ്ഥലമുണ്ട്. ഈ ജഹനാരയാണ് ഇവിടെ മാർക്കറ്റുകളുടെ ഡിസൈൻ ചെയ്ത, അല്ലെങ്കിൽ ആ ഒരു പ്രദേശം പോയാലോ ഭയങ്കര ക്ലീൻ, നമ്മൾ സ്ട്രക്ചേർഡ് ആണ്. റെഡ് ഫോർട്ടിൽ നിന്ന് ഇങ്ങനെ നേരെ റോഡാ വരാ. അത് ചന്ദ്രപ്രഭയിൽ മുങ്ങിയ പ്രദേശം എന്നാണ് ചാന്ദിനി ചൗക്ക് എന്ന് പറഞ്ഞാൽ, മനസ്സിലായോ? അപ്പോൾ ഈ ജഹനാര എന്ന് പറയുന്നത് ഭയങ്കര ടാലൻ്റ് ഉള്ളൊരു പേഴ്സണാലിറ്റി ആയിരുന്നു. ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കപ്പലൊക്കെ വിദേശത്തേക്ക് കപ്പലൊക്കെ കയറ്റി അയച്ച് പിന്നെ ലാഭം ഉണ്ടാക്കുന്ന ഒരാളാണ് ഈ ജഹനാര. കാരണം പിന്നെ കപ്പൽ മുതലാളി എന്നൊക്കെ പറയുന്ന പോലെ നല്ല ബിസിനസ് ചെയ്ത ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഷാജഹാന്റെ മകള്. മാത്രമല്ല ഭരണത്തിലും ഒരുപാട് കാര്യങ്ങൾ ഷാജഹാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ജഹനാര. ഇപ്പം ജഹനാര ടോംബ് നമുക്ക് കാണാൻ കഴിയും. എവിടെയെന്ന് അറിയാം, നമ്മുടെ നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗയിൽ ചെന്നാൽ അവിടെയാണ് ജഹനാര ടോംബ് ഉള്ളത്. പക്ഷെ ആളുകൾ പോകുമ്പോൾ അത് ആരും കാണാറില്ല. കാരണം അതിനേക്കാൾ വലിയ ഒരാൾ അവിടെ ഓൾറെഡി ഉണ്ട്. അമീർ ഖുസ്രുവിന്റെയും പിന്നെ ജഹനാരയുടെയും ടോംബ് നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗയുടെ ഉള്ളിൽ തന്നെയാണ്. അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇൻസ്ക്രിപ്ഷനൊക്കെ കാണാൻ കഴിയും. ദില്ലി നാമയിലുണ്ട്. നിങ്ങൾ അതിലൂടെ ഒന്ന് ആ മറ്റേ ഉന്തുവണ്ടിയിലൊന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദില്ലിയുടെ അകവും കാണാൻ കഴിയാം. ഷാജഹാനാബാദ് ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ഇപ്പോഴും ദില്ലിയുടെ ഭക്ഷണങ്ങൾ, നല്ല ഭക്ഷണങ്ങൾ കിട്ടുക. ദില്ലിയുടെ ഒരു ആത്മാവിനെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അവിടെയുള്ള റിക്ഷകളിൽ നിങ്ങൾ സഞ്ചരിച്ചാൽ മതി. അത് ചിലപ്പോൾ ന്യൂഡൽഹി പോയാൽ നിങ്ങൾക്ക് ആ ഫീല് കിട്ടില്ല. അത് ഓൾഡ് ഡൽഹി തന്നെ പോകണം. ആ ഓൾഡ് ഡൽഹി എന്ന് പറഞ്ഞ പ്രദേശം, പക്ഷേ ഇന്ന് നമ്മൾ ഓൾഡ് ഡൽഹി എന്ന് വിളിക്കുന്ന അന്നത്തെ കാലത്ത് ദില്ലിയുടെ ഗോൾഡൻ പിന്നെ പ്രദേശങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രദേശങ്ങളായിട്ട് വിലയിരുത്തപ്പെടുന്ന പ്രദേശങ്ങളാണ് ഇന്ന് നമ്മൾ ഓൾഡ് ഡൽഹി എന്ന് പറയുന്ന. അന്നത്തെ കാലത്ത് ഷാജഹാനാബാദ് ഒരു ഓൾഡ് ഡൽഹി അല്ല, അത് പ്രധാനപ്പെട്ട ദില്ലിയുടെ ഇന്നിപ്പോൾ അന്നത്തെ കാലത്ത് ദില്ലിയെ മറ്റേതെങ്കിലും രാജ്യത്ത് വലിയ കാര്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് ഷാജഹാനാബാദിനെ കൂടി മുന്നോട്ട് വെച്ചിട്ടായിരുന്നു, അതിൻ്റെ പ്രൗഢി മുന്നോട്ട് വെച്ചിട്ടായിരുന്നു. അവിടെ ഒരുപാട് മദ്രസകൾ അദ്ദേഹം പണിത്, പള്ളി പണിത്. ഇതിനേക്കാളൊക്കെ കൂടുതലും മോണമെന്റ്സ് ഉണ്ടാക്കാനായിരുന്നു ഷാജഹാന് താല്പര്യം. പക്ഷേ അദ്ദേഹത്തിന് ശേഷം മകൻ ഔറംഗസേബിന് അതിനോടൊന്നും താല്പര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ 7 നഗരങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ 7 നഗരങ്ങളും ഒരു മുസ്ലിം കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണെന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് എന്തായാലും നമുക്ക് സംസാരിക്കാതിരിക്കാനും കഴിയില്ല. ആ 7 നഗരങ്ങളെക്കുറിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദില്ലിയെ കുറിച്ച് ഏതൊരാൾ വായിക്കുന്നു ഈ 7 നഗരങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ അതിൽ തന്നെ നമ്മൾ ആ നഗരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ നഗരത്തിൻ്റെ ആസൂത്രണങ്ങൾ നമ്മൾ അത്ഭുതപ്പെടുത്തും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പിന്നെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു വെച്ച കാര്യങ്ങൾ. ഇപ്പോൾ ദില്ലി ഒരുപാട് മെട്രോ ഒക്കെ വന്നപ്പോൾ, ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോൾ ധാരാളം പിന്നെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. ഈ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത്തരം നേരത്തെ നമ്മൾ പറഞ്ഞ മോണമെന്റ്സ് ഒക്കെ തകർക്കപ്പെടും. ഇപ്പോൾ അവിടെ സുനഹരി പള്ളിയുണ്ട്, സുനഹരി ഗോൾഡൻ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ആ പള്ളി ഇപ്പോൾ പൊളിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പള്ളി ഒരു ചരിത്ര പ്രധാനമുള്ള പള്ളിയാണത്. ആ പള്ളി പോലെ ഒരുപാട് പള്ളികൾ ന്യൂഡൽഹിയുടെ പരിസരങ്ങളിലുള്ള പള്ളികളെല്ലാം ഈ ഡൽഹിയുടെ വികസനത്തിൻ്റെ പിന്നെ പേര് പറഞ്ഞുകൊണ്ട് അതെല്ലാം തകർക്കാനുള്ള ഇപ്പം അടുത്ത് തന്നെ ഒരു 400 വർഷം ഒക്കെ പഴക്കമുള്ളൊരു പള്ളി മെഹ്റോളി തന്നെ പൊളിച്ചു. സംസാരിച്ചിരുന്നു. അത് നമ്മളന്ന് പോയ സമയത്ത് നമുക്കിങ്ങനെ പറയണേ, അതായത് അവിടെ ഒരു ഈദ്ഗാ ഉണ്ട് മെഹ്റോളിയിൽ, ഈദ്ഗാഹിന്റെ സ്ഥലമുണ്ട്, അതിന്റെ ബാക്കിലാണ് ഈ പള്ളിയും മദ്രസൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ നമ്മളാ ഒരു ഹെറിറ്റേജ് വാക്കിന്റെ അവസാനം ആ സ്ഥലത്തായിരുന്നു. നമ്മളിവിടെ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ കുറച്ച് പള്ളിയുടെ ഭാഗങ്ങൾ അതൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പറഞ്ഞ് അവിടുത്തെ ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ ആ പള്ളിയുടെ അവശിഷ്ടങ്ങളായിട്ട് പൊളിക്കുമ്പോൾ കിട്ടുന്ന കല്ലില്ലേ, ആ കല്ല് പോലും അവിടുന്ന് മാറ്റി വെച്ചു എന്നുള്ള. അതായത് അങ്ങനെ ഒരു അവശേഷിപ്പ് പോലും അവിടെ അടയാളം പോലും പാടില്ല എന്ന് നിർബന്ധ ബുദ്ധി ഉള്ളതുപോലെ അങ്ങനെ ഒരു ആരും ഇനി ഇത് തെരഞ്ഞു വരരുത് ആ ഒരു അർത്ഥത്തിലല്ലേ. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു സംഗതിയേ ഇല്ലായിരുന്നു. ആരും ഇതിന്റെ ചരിത്രം അന്വേഷിച്ചു വരികയോ ഒന്നും ചെയ്യേണ്ടതില്ല. ശരിക്കും പറഞ്ഞാല് അതെവിടെയെങ്കിലും എഴുതപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ലട്ടോ ആ ചരിത്രങ്ങളൊക്കെ. ശരിക്കും അതിനുശേഷം പിന്നെ
പിന്നെ നമ്മൾ പിന്നെ സംസാരിക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യമാണ് ഈ ഗസലുകൾ. ഇപ്പൊ നേരത്തെ നിങ്ങൾ അമീർ ഖുസ്രുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറുദു അത്ര വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ടും ഈ പേർഷ്യൻ അത്ര തീരെ അറിയാത്തതുകൊണ്ടും എനിക്ക് തീരെ എത്തപ്പെടാത്ത എന്നാ കേൾക്കണം എന്നൊക്കെ അറിയണം എന്നൊക്കെ പൂതിയുള്ള ഒരു ഭാഗമാണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്ക് കൂടുതൽ കേൾക്കണം എന്ന് ഈ പിന്നെ അമീർ ഖുസ്രു പേർഷ്യനിലായിരുന്നു കൂടുതലും, പേർഷ്യൻ കവിയായിരുന്നു അദ്ദേഹം. എനിക്ക് തോന്നുന്നു ഗാലിബ്, നമ്മൾ അസദുള്ള ബേഗ്, മീർ അസദുള്ള ബേഗ് എന്നാണ് ഗാലിബ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഗാലിബ് എന്നല്ല, ഗാലിബ് അദ്ദേഹത്തിന് നൽകിയ സ്ഥാനപ്പേരാണ്. ഈ ഗാലിബിന്റെ ദില്ലി എന്നാണ് പറയാ സാധാരണ. ഒരുപാട് കവികൾ ദില്ലിയെ പ്രണയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ ഗാലിബായിരിക്കും. ഗാലിബിന്റെ ദില്ലി അദ്ദേഹം പറയുന്നുണ്ട്, ഏക് റോസ് അപ്നി റൂഹ് സെ പൂച്ചാ കെ ദില്ലി ക്യാ ഹെ तो यो जवाब में कह गई दुनिया मानो जिस्म है दिल्ली उसकी जान है എന്ന് പറഞ്ഞാൽ എക്രോസ് അപ്നി റൂഹ് സെ പൂച്ചാക്ക് ദില്ലി ക്യാ ഹെ, ഒരിക്കൽ ഞാൻ എൻ്റെ ആത്മാവിനോട് ചോദിച്ചു എന്താണ് ദില്ലി. അപ്പോൾ എന്താണ് ആത്മാവ് ഉത്തരം പറഞ്ഞു, പിന്നെ ദുനിയാ മാനോ ജിസ്മ ഹെ, ദുനിയാവ് ഒരു ശരീരമായിട്ട് നീ മനസ്സിലാക്കിയാൽ ദില്ലി ഉസ്കി ജാൻ ഹെ, ദില്ലി അതിൻ്റെ ആത്മാവാണ്. അപ്പോൾ അത്രയും എന്താ പറയുക, ഒരു നഗരത്തെ ഇത്രമാത്രം സ്നേഹിച്ചൊരു വ്യക്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗാലിബായിരിക്കും. അദ്ദേഹം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കലാപമുണ്ട്. ഈ കലാപത്തിന് മുമ്പ് അദ്ദേഹം ദില്ലിയെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ വാക്കുകളൊക്കെ ആ സമയത്ത് പറഞ്ഞതാണ്. പക്ഷേ ബഹദൂർ ഷാ സഫറിനെ നമുക്കറിയാം, രണ്ടാമൻ, അദ്ദേഹമാണ് ലാസ്റ്റ് മുഗൾ എംപയർ. അദ്ദേഹം ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ദില്ലിയെക്കുറിച്ച് പറയുന്നത് വേറെ രൂപത്തിലാണ്. അദ്ദേഹം പറയുന്നത്, നെഹി ഹാലെ ദില്ലി സുനാനെ കെ കാബിൽ യെ കിസ്സ ഹെ റോനെ റുലാനെ കെ കാബിൽ എന്ന് പറഞ്ഞാൽ പിന്നെ നെഹി ഹാലെ ദില്ലി സുനാനെ കെ കാബിൽ, ഇപ്പോഴത്തെ ദില്ലിയുടെ അവസ്ഥകളെ കേൾപ്പിക്കാനുള്ള കഴിവ് കാബിൽ എനിക്കിപ്പോൾ ഇല്ല. യെ കിസ്സ ഹെ, ഇത് കഥകളാണ്. റോനെ റുലാനെ കെ കാബിൽ, കരയാനും കരയിപ്പിക്കാനുമുള്ള എന്ന് പറഞ്ഞാൽ ആ 1857 ശേഷം ദില്ലി എന്ന് പറയുന്ന നഗരം തന്നെ പൂർണ്ണമായി തകർക്കപ്പെട്ടു. ബ്രിട്ടീഷുകാർ ഒരുപാട് പിന്നെ ബാസാർ സമുച്ചയങ്ങളും അതുപോലെ തന്നെ മദ്രസകളും ചില പള്ളികളെല്ലാം തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗാലിബും പറയുന്നത് വെച്ചാൽ, ഞാൻ ഏതൊരു നഗരത്തെയാണ് ഇഷ്ടപ്പെട്ടത് ആ നഗരം ഇന്നില്ല, ആ നഗരം നശിച്ചു പോയിരിക്കുന്നു. ബഹദൂർ ഷാ സഫർ അതിനുശേഷം പറയുന്നുണ്ട്, പിന്നെ ലഗ്താ നഹി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കവിത സമാഹാരം അല്ലെങ്കിൽ അദ്ദേഹം പാടി പറയുന്നൊരിതുണ്ട്, ലഗ്താ നഹി ഹെ ദിൽ മേരാ उजड़े दयार में किसकी बनी है आरज़ू नापायदार में. അങ്ങനെ പറഞ്ഞു വന്നിട്ട് അദ്ദേഹം പറയുന്നത്, കിത്നാ ഹെ ബദ്നസീബ് സഫർ ദഫൻ കെ ലിയേ ദോ ഗസ് ജമീൻ ഭീ ന മിലി കോയേ യാർ മേ എന്ന് പറഞ്ഞാൽ, ഞാൻ എത്ര നിർഭാഗ്യവാനായ ബഹദൂർ ഷാ സഫറാണ് താങ്കൾ. കാരണം സ്വന്തം രാജ്യത്ത് ഭരണാധികാരിയായിരിക്കെ പിന്നെ ദഫൻ ചെയ്യാൻ എന്താണ് സ്വന്തം നാട്ടിൽ ഒരു പിടി 2 പിടി മണ്ണ് പോലും താങ്കൾക്ക് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊരു നിർഭാഗ്യവാനായ ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ അദ്ദേഹം സ്വയം അദ്ദേഹത്തെ പിന്നെ ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട് ആ കവിതയിലൂടെ. ഒരു വിരഹത്തിൻ്റെ അല്ലെങ്കിൽ സ്വന്തം നാട് വിട്ട് അദ്ദേഹം പോവുകയാണ്. കാരണം അദ്ദേഹത്തെ റങ്കൂണിലേക്ക് നാട് കടത്തുന്നുണ്ട് ബ്രിട്ടീഷുകാർ. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കബറിടം ഉള്ളത് റങ്കൂണിലാണ്, മ്യാൻമാറിലാണ്. അപ്പോൾ പല രീതിയിൽ ഇപ്പോൾ അമീർ ഖുസ്രുവിടെ വന്നാൽ അമീർ ഖുസ്രു പറയുന്നുണ്ട്, പിന്നെ ഒരു മനുഷ്യൻ പിന്നെ ഷിറാസിന് വേണ്ടി, ഷിറാസ് എന്ന് പറഞ്ഞ നഗരമുണ്ട് ഇറാനിൽ, അതിനു വേണ്ടി ഒരു മനുഷ്യൻ്റെ ഹൃദയം എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്, മക്കൾക്ക് വേണ്ടി, മക്ക എന്ന് പറയുന്ന പുണ്യഭൂമിക്ക് വേണ്ടി ഒരു അറബി മനുഷ്യൻ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്, അതുപോലെയാണ് പിന്നെ ദില്ലിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും അമീർ ഖുസ്രു പോലും ആ നഗരത്തെ, കാരണം ഇവരുടെയൊക്കെ ഗസലുകളിലുള്ള ഒരു ദില്ലിയുടെ വർണ്ണന ശരിക്കും പറഞ്ഞാൽ ഒരു ദില്ലി എങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇപ്പോൾ കാണുന്നൊരു ദില്ലി അല്ല അത്, നമ്മളെപ്പോഴും മനസ്സിലാക്കണം. കാരണം അല്ലെങ്കിൽ ഇവരൊന്നും ഇത്ര മനോഹരമായ ഗസലുകൾ ദില്ലിയെക്കുറിച്ച് എഴുതില്ല. ഒരു നഗരത്തെക്കുറിച്ച് ഒരാൾ ഇത്രയും മനോഹരമായി എഴുതണമെങ്കിൽ അവർ എത്രത്തോളം മനോഹരമാക്കി സംവിധാനിച്ചിട്ടുണ്ടാവണം ആ ഒരു നഗരം.
അല്ലേ? നമ്മൾ വെറുതെ ഒരു ഇമാജിൻ ചെയ്ത് നോക്കിയേ. കാരണം സ്വർഗീയാരാമങ്ങൾ, അതുപോലെ ഇത്ര മോണമെന്റ്സുകൾ, ഇതെല്ലാം ചെയ്തിട്ട് അപ്പോൾ ഈ പേർഷ്യൻ ഗസലുകളിലൂടെ പിന്നെ മറ്റു രാജ്യങ്ങളിലും ദില്ലിയെക്കുറിച്ചിട്ടുള്ള പിന്നെ എന്താ പറയുക പ്രൗഢി, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക വാക്കുകൾ, നല്ല വാക്കുകളെല്ലാം ദില്ലി ഇത്ര മനോഹരമായ നഗരമാണ് എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ പോലും പിൽക്കാലത്ത് മറ്റു രാജ്യങ്ങളിൽ നടക്കാൻ കാരണം ഈ ഗസലുകളാണ്. കാരണം ഗസലുകൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യന് തോന്നുകയാണ്, ഒരു മനുഷ്യൻ എന്തിനാണ് അയാളുടെ കാലഘട്ടത്തിൽ ഒരു നഗരത്തിൽ ഇത്രയും പിന്നെ പ്രൗഢിയോടുകൂടി ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നത്, അതിൻ്റെ മേന്മകളെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ പഠനങ്ങളിൽ ദില്ലി ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ ഇസ്ലാമിക് സിറ്റീസ്, മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള നഗരത്തിൻ്റെ ആസൂത്രണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടതാണ്. അത് ആർക്കിടെക്ചർ മാത്രമല്ല, ഒരു പിന്നെ നഗരം എങ്ങനെയാണ് ആസൂത്രണം ചെയ്യുക, അതിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് അന്നത്തെ കാലത്ത് കൃത്യമായി ചെയ്തു വെച്ചത്, ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ പിന്നെ ഒരുപാട് പിന്നെ എന്താ പറയുക എലമെൻറ്റുകൾ നമ്മൾ ഇനി പഠിക്കണമെന്ന് നമുക്ക് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഈ ഇസ്ലാമിക ചരിത്രത്തിൽ എങ്ങനെയാണോ ഇസ്ഫഹാനും സമർക്കന്തൊക്കെ ഉണ്ടായത്, അതേപോലെ മുസ്ലിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം പോലെ ആയിട്ടുണ്ടാവാം ദില്ലി. അല്ലെങ്കിൽ അവരാരും ഇതിനെക്കുറിച്ച് ഇത്രയും പ്രസംഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു നിർത്തിയാൽ മതി. അമീർ ഖുസ്രു സംസാരിക്കുന്നു, ബഹദൂർ ഷാ സഫർ സംസാരിക്കുന്നു. മാത്രമല്ല ഇവിടെ ഇന്ത്യയിലേക്ക് വന്ന ഫോറിനേഴ്സ് പോലും, ഇപ്പൊ ഇബ്നു ബത്തൂത്ത ദില്ലിയിലേക്ക് വരുന്നുണ്ട്. ഇബ്നു ബത്തൂത്ത ദില്ലിയിലേക്ക് വരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്താണ്. അദ്ദേഹം 9 വർഷം മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ദർബാറിലെ കാളിയായിരുന്നു. അപ്പോൾ അദ്ദേഹം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് പറയുന്നുണ്ട്, ഇബ്നു ബത്തൂത്ത പറയുന്നുണ്ട് ദില്ലിയെ കുറിച്ചിട്ട്, അതിന്റെ ബൃഹത്തായ ആ ഒരു കെട്ടുറപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, അവിടെയുള്ള മനുഷ്യരുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട്, അവിടെ കിട്ടാത്ത പിന്നെ മറ്റും കിട്ടാത്ത ഭക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇബ്നു ബത്തൂത്ത. അപ്പോൾ പിന്നെ അപ്പോൾ അവിടെ ഭരിച്ചിരുന്ന ആളുകൾ മാത്രമല്ല, പുറമേ നിന്ന് ഇത് ആ നഗരം വിസിറ്റ് ചെയ്ത ആളുകൾ പോലും ദില്ലിയെക്കുറിച്ച് പരാമർശിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു തിബിരീസി നഗരത്തെ പോലെ, ഇസ്ഫഹാൻ നഗരത്തെ പോലെ, ഖുറാസാനെ പോലെ, ഇസ്താംബൂളിനെയൊക്കെ പോലെ. കാരണം എന്താ വെച്ചാൽ ഇവരുമായിട്ടൊക്കെ വൈദേശികമായ വാണിജ്യ ബന്ധം അക്കാലത്ത് സൂക്ഷിച്ചിരുന്നു ദില്ലി. അത് ഇവരുടെ പിന്നെ പല പല ബയോഗ്രഫിയിൽ നിന്നും ഇവരുടെ തന്നെ മറ്റു പുസ്തകങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഈ കാരവൻസ് ഒക്കെ ഇങ്ങോട്ടേക്കും ഡൽഹിയിലേക്കൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് എൻ്റെ ഇതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ, അതായത് ഇവരൊക്കെ ഇത്രയും റൊമാൻറ്റിസൈസ് ചെയ്ത ഡൽഹി, ഞാനും കുറേ കാലമൊക്കെ റൊമാൻറ്റിസൈസ് ചെയ്ത് നടന്നിരുന്ന ഡൽഹി, ഈ ആനന്ദും മുകുന്ദനൊക്കെ കുറേ പറഞ്ഞിരുന്ന ഡൽഹി, അങ്ങനെ എഴുതി പിടിപ്പിച്ചിരുന്ന ഡൽഹി, ആ ഡൽഹിയാണ് ഇന്ന് ആ ഡൽഹിക്ക് എന്തോ പറ്റിപ്പോയോ, ആ എഴുത്തുകാരൊക്കെ അവിടുന്ന് ഇങ്ങനെ മാറി പോകുന്നുണ്ട്, അവിടുന്നൊക്കെ അവരൊക്കെ കൂട് മാറി പോകുന്നുണ്ട്. അപ്പോൾ അത് അന്നുണ്ടായിരുന്ന ഡൽഹിയാണോ ഇന്നുള്ള ഡൽഹി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ബാക്കി നിൽക്കണം. പക്ഷെ ഈ ഡൽഹിയെ കുറിച്ചുള്ള ഈ ഓർമ്മകളും അതിന്റെ ചരിത്രവും അന്ന് ഒരിക്കലും ഇങ്ങനെ നിൽക്കൂല. അപ്പൊ ആ കഥകളായിട്ട് നമുക്ക് ഇങ്ങനെ ഇനിയും എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇനിയും നടക്കും. ഇപ്പോ ഒരു ദില്ലിനാമ എന്ന് പറയുന്നത് ഞാൻ എൻ്റെതായ പിന്നെ യാത്രകളിലൂടെ കണ്ടെത്തിയ ചില വിവരണങ്ങളാണ്. നമ്മുടെ ഭാവിയിൽ നമ്മുടെ കുട്ടികൾ ഒരുപാട് ആളുകൾ ദില്ലിയിലേക്ക് പഠിക്കാൻ തന്നെ വണ്ടി കയറുന്നുണ്ട്, നമുക്കറിയാം. അപ്പോൾ അവർ ആ നഗരത്തെ ഇനിയും പഠിക്കട്ടെ. അവിടെ ഒരുപാട് ലൈബ്രറികളുണ്ട്, പഴയകാല ലൈബ്രറികളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പേർഷ്യയിലും ഉറുദുവിലും അറബി ഭാഷയിലൊക്കെ എഴുതപ്പെട്ട പുസ്തകങ്ങൾ കാണാം. അതിലൊക്കെയും ദില്ലിയെക്കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ കാണാൻ കഴിയും. ഒരുപാട് ആളുകൾ, എനിക്ക് തോന്നുന്നു ധാരാളം ആർട്ടിസ്റ്റുകളും പണ്ഡിതന്മാരും ആ മണ്ണിൽ മരണപ്പെട്ടിട്ടുണ്ട്. അവരെ എവിടെയാണ് മരണപ്പെട്ടതെന്നോ മറമാടിയത് എവിടെയാണെന്നോ അവരുടെ പേര് വിവരങ്ങളോ ഒന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷെ അവരൊന്നും അവരുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. അപ്പം അത്രയും പവിത്രമാക്കപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ദില്ലി. നമ്മൾ അങ്ങനെ കൂടി ഇതിനെ മനസ്സിലാക്കണം. എനിക്ക് ഉറപ്പാണ്, ഞാനിപ്പോ ഡൽഹിയിൽ നിന്ന് വന്ന പോലെയല്ല ഇനി തിരിച്ചു പോവാ. എനിക്ക് പുസ്തകം വെച്ചിട്ട് ഒന്നും കൂടി സ്ഥലങ്ങളൊക്കെ കാണണം. തീർച്ചയായും ഈ പുസ്തകത്തിൽ ഇപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ തന്നെ ഇതിൽ ഓരോ പിന്നെ സ്ഥലത്തേക്കുമുള്ള എങ്ങനെയാണ് അവിടേക്ക് പോവേണ്ടതെന്നൊക്കെ നമ്മളിതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ മോണമെന്റ്സിലും പോകുമ്പോൾ ആ മോണമെന്റ്സിൽ നിങ്ങൾ ഏത് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങണം, അതുപോലെ അതിന് നമുക്കൊരു ബാർകോഡ് ഉണ്ടാവും. ആ ബാർകോഡിൽ നോക്കിക്കഴിഞ്ഞാൽ, അതിൽ നമ്മൾ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂട്യൂബിലേക്ക് പോകും, അവിടെ ചെറിയൊരു വിവരണം നമുക്ക് ഉണ്ടാവും ആ ഇതിനെ കുറിച്ചിട്ടുള്ള. ചിലപ്പോൾ ഡൽഹി ടൂറിസം വകുപ്പ് തന്നെ ഇറക്കിയ വീഡിയോ ഒക്കെ നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇതൊരു ട്രാവൽ ഗൈഡായിട്ട് ഏതൊരാൾക്കും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ചെറിയ പുസ്തകമാണ്. അത് ഞാൻ പറയുന്ന ഡൽഹി പോകുന്ന ആളുകൾ ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ
നമ്മളൊരാളോട് ഒരു ഗൈഡിനോട് ഇതിന്റെ ചരിത്രം ചോദിച്ച് നിങ്ങൾ നടക്കേണ്ടി വരില്ല ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇതിനേക്കാൾ പിന്നെ നല്ല പഠനങ്ങൾ പിന്നെ ട്രാവലോഗുകളായിട്ടൊക്കെ ഇനി വരണം. അപ്പോൾ അതിലേക്കുള്ള ഒരു വെളിച്ചമായിട്ട് മാറട്ടെ ഇത്തരം സംസാരങ്ങൾ. ഇതൊരിക്കലും ഒരു പിന്നെ എൻഡാവാതെ കണ്ടിന്യൂറ്റി ഇതിനുണ്ടാവട്ടെ. ഒരുപാട് കഥകളായിട്ട് നമുക്ക് കഥകളും അതുപോലെ യാഥാർത്ഥ്യങ്ങളും എല്ലാം ഇതൊക്കെ ചേരുന്നുള്ള ചരിത്രം. അപ്പോൾ ഇതൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഇടയിൽ ഒരു ഗസ്റ്റ് ഒക്കെ കേറി അത് സ്വന്തമായിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് എന്റെ ഇവിടെ വരെയാണ് ഞാൻ മേടിച്ചത്. അവ വന്നിരിക്കുക കൂളായിട്ടിരുന്ന് ഫോട്ടോ എടുക്കണം നമുക്ക്. അവിടെ നോക്ക് ഫോട്ടോ അവിടെ അവിടെ ബോസ് ഇവിടെ ഇങ്ങനെ എടുക്കാൻ. എടാ അവിടെ നോക്കടാ. ആണോ? എടാ അവിടെ നോക്കി. ആ